എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു സുപ്രഭാതമായിരിക്കട്ടെ എല്ലാവർക്കും. എൻ്റെ പേര് ഗീത സുരേഷ്. എന്നെ ഇതിനകത്ത് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടി. എടത്തല പഞ്ചായത്താണ് എൻ്റെ വീട്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് യൂനസ് ബായി ആണ്, കളമശ്ശേരി. ഞാൻ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അതുപോലെ ചെറിയൊരു ദുഃഖമുണ്ട്, അത് ഞാൻ പറയാം. എന്നാലും ഒരു നിമിഷം നമ്മുടെ ഈ കൈകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു തന്ന നമ്മുടെ ഡോക്ടർ ഷാഹദ് ജോഷി സാറിനും ഡാനി സാറിനും അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി, പിന്നെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എനിക്ക് സന്തോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നെനിക്ക് ഡോക്ടർ സാറിനെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ കൂടുതൽ ആഗ്രഹിച്ചതാണ്, പക്ഷെ പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നലെ എൻ്റെ ലീഡർ യൂനസ് ബായി എന്നോട് ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ്. ആദ്യ നാള് മുതലേ സാറിന്റെ ഓരോ വാക്കുകളും എന്നെ പോലെയുള്ളവർക്ക് ഒത്തിരി അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഫീൽഡിൽ നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ നമ്മുടെ റെസ്റ്റ് ബാൻഡിന്റെ കാര്യമാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അതേ ഞാൻ സംസാരിക്കുന്നില്ല, കാരണം എനിക്ക് ഡോക്ടർ സാറിന്റെ ക്ലാസ് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ഒക്കെ ആയിരുന്നു. യൂനസ് ബായിയാണ് എനിക്ക് പ്രൊഡക്റ്റ് തന്നത്. ഞാൻ ഒത്തിരി റിസൾട്ടുകൾ, എനിക്ക് എന്റെ റിസൾട്ട് പറഞ്ഞാൽ തീരില്ല. ഓരോന്നും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും നമുക്ക് ഒത്തിരി റിസൾട്ട് ഉണ്ടെന്ന്. ദൈവത്തിന്റെ കൈപ്പുള്ള ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ചതിന് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. എനിക്കിത് എത്തിച്ചു തന്ന യൂനസ് ബായിനെയും അഭിലാഷ് സാറ്, എൻ്റെ ഒരു കുടുംബമാണ്, ഡാനി സാറ്, ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഗീത മാഡം. തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത് പറഞ്ഞു, ഗീത മാഡം ഒരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. അതിലും ഞാനുമായിട്ട് ഒത്തിരി കോറിലേറ്റഡ്. ഞാനും ഒരു ക്രോണിക് ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ആ ക്രോണിക് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്നാണ് ഞാനിപ്പം കുറച്ച് വിടുതൽ കിട്ടി നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊരിക്കലും ഞാൻ സൂമിൻ്റെ അകത്ത് വരില്ലായിരുന്നു. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ കാർന്ന് തിന്നുന്ന ഒരവസ്ഥ, ക്യാൻസറിനെക്കാട്ടി ബുദ്ധിമുട്ടുള്ള സംഘം. അത് അനുഭവിക്കുന്നവർക്കേ അത് അറിയാൻ പറ്റും. അപ്പൊ അതിനെ ഇപ്പം നമുക്ക് ഇതിന്റെ രൂപയാല് ഈ ബയോടെക്നിക് മൊത്തം ഒരു കുറച്ച് ആശ്വാസം, ഫുൾ ആശ്വാസം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കും കിട്ടിയിട്ടില്ല. പക്ഷേങ്കിൽ എന്നാൽ ഇപ്പോൾ നമ്മുടെ ഒരു ടെക്നോളജി ഇപ്പൊ ഒരു രണ്ടാമത് വന്നിട്ടുണ്ട്, മെഡിസിൻ, പ്ലാന്റ് ബേസ്ഡ് മെഡിസിൻ. അപ്പൊ അതുകൂടെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഷുഗർ പേഷ്യന്റിന് ഒരു വിടുതൽ കിട്ടുമെന്നുള്ളത് ഞാൻ പ്രത്യാശിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ഒത്തിരി ഷുഗർ പേഷ്യൻസിനെ നമ്മുടെ ഈ ബയോട്ടേറിയം കമ്പനിയിൽ കൂടെ നമുക്ക് ലെവലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതിന്റെ ലിറ്ററേച്ചറൊക്കെ ഞാൻ വായിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ടാബ്ലറ്റ് ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. അതിപ്പോ ഇറങ്ങിയിട്ടില്ല. അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ് മെഡിസിൻ അത്. അപ്പൊ വെരി അഡ്വാൻസ് UK ഉണ്ടാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഗുളികയും കൂടെ വന്ന് നമ്മുടെ പാർട്ട് ഓഫ് ദ ഫുഡ് ആക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ പേഷ്യൻസിന് വലിയൊരു അനുഗ്രഹമായിരിക്കും. അത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞ അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനോഹർ സാറൊക്കെ പറയും തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാല് നമ്മുടെ സലീം സാറിനെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാല് പുള്ളിയുടെ ആദ്യത്തെ സ്റ്റേജും ഇപ്പോഴത്തെ സ്റ്റേജും കൂടി ഞാൻ ഓർക്കുകയാണെങ്കിൽ, ഈ ബയോടെക്നിക്കിൽ ഇനി ക്ലാസ് എടുക്കാൻ വേറെ ആരും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര നോളജിടാ പുള്ളി. എനിക്ക് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ആരും പറയാത്ത വിധത്തിലുള്ള പല കോണുകളിൽ നിന്ന് കൂട്ടിച്ചേർത്താണ് പുള്ളി പറയുന്നത്. അപ്പൊ എന്റെയും ചിലതൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഈ സൂമിൽ എടുക്കുന്ന എല്ലാവരുടെയും എസൻസ് ആ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇടയ്ക്ക്
വളരെ വളരെ നല്ല പ്രാക്ടിക്കലായിട്ട് താങ്ക് യു. നിങ്ങളുടെ മോഹമൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം. വട്ടയപ്പമൊക്കെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വട്ടയപ്പം, കാരണം ഞങ്ങളുടെ അവസാന പെരുന്നാളാണ് ക്രിസ്ത്യൻസിന്റെ ജീസസ് ക്രൈസ്റ്റിന്റെ ക്രൂശാകരണത്തോടനുബന്ധിച്ചുള്ള പെസഹ വ്യാഴാഴ്ച ഇന്ന്. അപ്പൊ ആ പെസഹ വ്യാഴാഴ്ച സാധാരണ ആ വീടുകളിലെല്ലാം പെസഹാപ്പം എന്ന് പറയും, വട്ടയപ്പം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇന്ന് വൈകിട്ട് നടക്കുന്ന സർവീസിൽ ഞങ്ങളെല്ലാ കുടുംബത്തിൽ നിന്നും പള്ളിയിൽ കൊണ്ട് ചെയ്യും, അതെല്ലാം വിതരണം ചെയ്യും. നമ്മുടെ വീട്ടിൽ നിന്ന് ആര് വന്നാലും അയൽവക്കക്കാർക്കൊക്കെ ഈ പെസഹാപ്പം കൊടുക്കും. അത് ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. പെസഹാപ്പമൊക്കെ ഇന്നലെ വൈകിട്ടൊക്കെ ഉണ്ടാക്കി വാരി വെച്ചിട്ടുണ്ട്. അപ്പൊ ചാക്കോ സാറും തീർച്ചയായിട്ടും വീട്ടിൽ പെസഹാപ്പമൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പൊ ഒരിക്കല് ദൈവം അനുവദിച്ചാല് നിങ്ങളുടെ വീടൊക്കെ എനിക്ക് സന്ദർശിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് ദൈവം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ആശംസിക്കുകയും. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊക്കെ ഈ എന്റെ വാക്ക് എഴുതി വെച്ചോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോ അല്ലെങ്കിൽ കാണാതെ പഠിച്ചോ എന്നും പറയുന്ന വാക്കുകളല്ല ഇത്. ആക്ച്വലി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന വാക്കുകളാണ്. ഞാൻ ഒരുപാട് എൻ്റെ സെമിനാറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പുതിയതായിട്ട് കയറിയ ഓരോ ദിവസവും കുറച്ച് പേര് കയറുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ എന്നെ കേൾക്കുമ്പോൾ ഒരു വിരക്തി തോന്നുമായിരിക്കും, റിപ്പീറ്റേഷൻസ് തോന്നുമായിരിക്കും. എല്ലാം നമ്മൾ ഈ പറയുന്ന എല്ലാം ഈ ബൈറ്റത്തെ പറയത്തി എല്ലാവരും പറയുന്ന റിപ്പീറ്റേഷനാണ്. കാരണം ഒരേ കാര്യങ്ങൾ തന്നെ പല ഫോമില് പല രീതിയിൽ മനസ്സിലാക്കുന്നു. ലളിതമായ രീതി, സയൻസ് ശാസ്ത്രീയമായി വെച്ച് കടുപ്പിച്ച രീതിയിൽ അല്ലെ മീഡിയം രീതിയിലൊക്കെ നമ്മൾ എല്ലാം കോൺസെപ്റ്റ് എല്ലാം സെയിം അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്നെ അതുപോലെ തന്നെയാണ്. ഇനി പുതിയതായിട്ടൊന്നും എടുത്തോണ്ട് വരാനില്ല ഇനി നമുക്ക്. എന്നാൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാര്യം നമ്മുടെ വാക്കിൽ കൂടെയും സംസാരത്തിൽ കൂടെയും പ്രവർത്തനത്തിൽ കൂടെയും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ ഒരു ചാരിറ്റി ചെയ്യുക. ഇത് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചാരിറ്റിയാണ്. നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്മ നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ ചാരിറ്റിയിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അത് നമ്മുടെ ദൈവം നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്ന ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ കൂടെ നമുക്ക് നല്ലവനും ആകാം, പന്ന മനുഷ്യരും ആകാം. അപ്പൊ അതിന്റെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇച്ചിരി രാഗിരി എന്ന് പറഞ്ഞാൽ കുറച്ചുപേരോട് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചാ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ പല സ്ഥലത്തിരുന്ന് കാണാന് എന്ന് വെച്ചാൽ ഇപ്പൊ ആലിക എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയയിലായിരിക്കും. അപ്പൊ ആലികായൊക്കെ ഓസ്ട്രേലിയക്കാരൻ ഇരിക്കുന്ന ആളിനെ നമ്മുടെ മുഖത്തിന് മുമ്പ് കാണാനൊക്കെ ഒരു ഭാഗ്യം തന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും അതിൽ സന്തോഷിക്കുന്നു. അത് നമ്മുടെ നാട്ടില് കൊണ്ടുവന്ന ഡോക്ടർ സാഗർ ജോഷി, ഇതിന്റെ ഉപജ്ഞാതാവും ഡിസ്ട്രിബ്യൂട്ടറും എല്ലാമായ ആ ദിവ്യ മനുഷ്യനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. പുള്ളി ആയുസ്സും ആരോഗ്യം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിലെല്ലാം ഉപരി നമുക്കറിയാം, നമ്മളോട് മിങ്കിൾ ചെയ്ത നമ്മുടെ കേരളത്തിലെ മനോജ് സാറിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഡാനി സാറോ അങ്ങനെ വേറെ ആളുകളുണ്ട്. പക്ഷെങ്കിലും നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്നതും നമ്മുടെ മനസ്സിലുള്ളതും മനോജ് സാറാണ്. അപ്പൊ ആ മനോജ് സാറിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം അധികമായി പോകും. എല്ലാവർക്കും അറിയാം, നമ്മളിൽ ഒരാൾ, നമ്മളെ കുടുംബത്തിന്റെ ഒരു മെമ്പർ, നമ്മുടെ ഒരു മെന്റർ, നമ്മളെ ഇങ്ങനെ പുതുക്കി രൂപാന്തരപ്പെടുത്തിയ ആള്. അതിലെല്ലാവരും മനോജ് സാറിന്റെ സ്വഭാവ വിശേഷത നമ്മൾ പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെ നല്ലൊരു വാക്കിൽ ഞാനൊരു കമന്റ് പറയുകയാണെങ്കിൽ, എനിക്ക് ഒരുപാട് കോണ്ടാക്ട് ഉള്ള കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഞാൻ എൻ്റെ സർവീസ് അനുസരിച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കർഷക സുഹൃത്തുക്കൾ, ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. പക്ഷെ ഇതുപോലൊരു വ്യക്തിയെ ഞാൻ എല്ലാ രീതിയിലും എനിക്ക് മനസ്സിൽ, നിങ്ങൾക്ക് ചിലപ്പം വ്യത്യസ്തമായി പറയാമായിരിക്കും, പക്ഷെ എൻ്റെ മനസ്സിനെ ഇണങ്ങിയ ഇതുപോലൊരു വ്യക്തിയെ ഞാൻ കണ്ടുവച്ചതിൽ ഒരു മുൻഗണന കൊടുക്കുന്നു. തീർച്ചയായിട്ടും മനോജ് സാറിന്റെ സർവീസും സംസാരവും നോളജും സ്നേഹവും എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ ബായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ പെസഹ വ്യാഴാഴ്ച ഞാൻ മനോജ് സാറിന് ബിഗ് ഹൈ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ നന്ദി പറയും. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച വലിയൊരു സന്തോഷം ഉണ്ടായി ഞങ്ങളുടെ കുടുംബത്തിൽ. അത് ഞാൻ പിന്നെ പറയാം, കുറച്ചാളും കൂടെ കയറിയിട്ട് പറയാം. അതൊരു സ്പെഷ്യൽ പോയിന്റാണ്. അല്ലെങ്കിൽ ഞാൻ അത് റിപ്പീറ്റേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ചെറിയ ഒരു ആമുഖത്തോടെ ഞാൻ തുടങ്ങാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും നമുക്ക് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ആ ആരോഗ്യത്തെ തന്നെ പിടിച്ചു കെട്ടി നമ്മുടെ കൈ കൊണ്ട് തന്നിരിക്കുക. അപ്പൊ അത് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടുക, ആ റിസൾട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യമാണ്.
അപ്പൊ അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായിട്ട് സഹകരിക്കുന്ന വ്യക്തികൾക്ക് ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതാണ് എൻ്റെ പോളിസിയാണ്. അപ്പൊ ഇതിൻ്റെ അകത്തൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യം മാത്രമല്ല, മറ്റുള്ളവരുടെ ആരോഗ്യം, മറ്റുള്ളവരുടെ ഒരു വിമുക്തി, ഒരു സാമ്പത്തികമായിട്ടൊരു ഉന്നമനം, അതിനെല്ലാം ഉപരി നമുക്കൊരു സെൽഫ് റെസ്പെക്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബീങ്സ് വിൽ ബി ബൂസ്റ്റഡ് അപ്പ്. നമ്മുടെ എല്ലാ രീതിയിലും, അതായത് ക്വാളിറ്റി ഓഫ് ദ ലൈഫ്, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി തന്നെ ഇംപ്രൂവ് ചെയ്യും. എന്തൊക്കെയാ? വെൽനെസ് ആയിട്ടും സാമ്പത്തികമായിട്ടും. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരികൾ ആരാന്നറിയാം? ചാക്കോ സാറേ, എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും വലിയ അഹങ്കാരികൾ ആരെന്നറിയാം? മൃഗങ്ങളാണോ? കാണ്ടാമൃഗമാണോ? ആനയാണോ? അതായത് നമ്മളെ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ പട്ടികളുടെ ഒക്കെ സ്നേഹവും പട്ടികളുടെ നമ്മളെ ശുശ്രൂഷിക്കുന്നതും. പട്ടി ഒരു ഡോക്ടറാ അല്ലേ? അമേരിക്കയിലാണെങ്കിൽ പട്ടിയുടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. വയ്യാതെ അൽസമേഷ്യ ആയിട്ട് കിടക്കുന്ന സമയത്ത് വലിയ വലിയ ഹോസ്പിറ്റൽ അമേരിക്കയിലെ വലിയ ഡോഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഡോഗ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെ പേഷ്യൻസിന്റെ റൂമിൽ കൊടുക്കും, ഇത്ര ദിവസത്തേന് കൊടുക്കും. അത് ഭയങ്കര കോസ്റ്റ്ലി ട്രീറ്റ്മെന്റാണ്. അപ്പൊ മിണ്ടാതിരുന്ന് ഒരു സംസാരവും ഇല്ലാത്ത, ഒരു ഉന്മേഷവും ഇല്ലാത്ത, നിർജീവമായിട്ട് കിടക്കയിൽ കിടക്കുന്ന ആളുകളെ ഉത്തേജിപ്പിച്ച് എണ്ണിച്ച് അവരുടെ അസുഖത്തിൽ നിന്ന് വിടുതൽ ചെയ്യുന്നത് ഡോഗാ ഈ ലോകത്തിലെ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ആർക്കും കേട്ടാക്കാത്ത സുഖം. നിങ്ങൾ യൂട്യൂബിന്റെ അതിൽ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ അമേരിക്കയിൽ പോയി ഞാൻ ഇത് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കാനും സാധിച്ചു. ഡോഗ് ട്രീറ്റ്മെന്റ് പക്ഷെ ഭയങ്കര, ഡോഗ് ആസ് എ ഡോക്ടർ ട്രീറ്റിംഗ് ദ ഹ്യൂമൻ ബീങ്സ്. മനസ്സിലായില്ലേ? ഡോക്ടറായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ, ഏറ്റവും ഡൗൺ ആയ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തളർന്ന ഒരു പേഷ്യന്റിനെ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരുന്നത് ഡോഗ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ അതൊരു പുതിയ അറിവായിരിക്കും നിങ്ങൾക്ക്. തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റവും പക്ഷെ അഹങ്കാരമുള്ള ഒരു വ്യക്തി ചാക്കോ സാറ് പറഞ്ഞവരെ നമ്മൾ വായിച്ചു. അപ്പൊ നമ്മുടെ ഈ ബയോട്ടോറിയം നമ്മുടെ നെഗറ്റീവ് വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്താ പറയുന്നത്? ബയോട്ടോറിയം ഒരു മനുഷ്യനെ അഹങ്കാരിയാക്കുന്ന സംഭവം ആണോ? ശരിയല്ലേ? നമ്മൾ പോസിറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ആരോഗ്യമില്ലാത്തവരെ ആരോഗ്യത്തോടെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അഹങ്കാരങ്ങളും കയറി വരും അല്ലേ? വേണ്ടാധീനങ്ങളെല്ലാം കയറി വരും. നമ്മുടെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും ഭാഷയും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മളെ മറ്റുള്ള ഇടപെടലിലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന്റെ അഹങ്കാരത്തിൽ കൂടെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അഹങ്കാരിയാക്കുന്ന ഒരു സംഭവമാണ്. അതാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ശരിയാണോ സലീം സാറേ? ശരിയല്ലേ? ഇപ്പൊ ഞാനിപ്പോ രോഗത്തിൽ നിന്ന് ഒരു വിമുക്തി പ്രാപിച്ചു. ഞാൻ ആരോഗ്യമുള്ളവനായി. ഞാൻ ആരോഗ്യമുള്ളപ്പോ എനിക്ക് പഴയ ചെയ്ത എനിക്ക് വീണ്ടും തോന്നും, അല്ലെങ്കിൽ എന്റെ മനസ്സ് അഹങ്കാരിയാക്കും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ സംഗതികളോട്ട് നമ്മൾ വീണ്ടും കടന്നു ചെല്ലും. പൈസയും ബയോട്ടറിയും തരുന്നുണ്ട്, ആരോഗ്യം തരുന്നുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ ബയോട്ടറി ഹ്യൂമൻ ബീങ്സിനെ അഹങ്കാരിയാക്കുന്നു എന്നുള്ള വാസ്തവമാണ്. അത് നെഗറ്റീവ് പോയിന്റ്. എന്നാൽ ഈ ബയോട്ടോറിയം നമുക്ക് അപ്പുറത്ത് വലിയൊരു ഗുണം തരുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ഈ ബയോട്ടോറിയം നമുക്ക് തരുന്ന മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ അഹങ്കാരം. എന്നാൽ ദൈവികമായിട്ട് ബൈ ഗോഡ് നേച്ചറിന്റെ വലിയൊരു നല്ല മനുഷ്യനെ ആക്കും. അവന്റെ സംസാരം, അവന്റെ പ്രവർത്തനം, അവന്റെ ചാരിറ്റിയിലോട്ടുള്ള ആ അട്രാക്ഷൻ, അതിലെല്ലാം ഉപരി ആ കുടുംബത്തെ സ്നേഹത്തോട് നയിക്കാനും എല്ലാ രീതിയിലും നമ്മളെ ഒരു പെർഫെക്റ്റ് മാൻ ആക്കുന്ന, സ്വഭാവത്തിൽ കൂടെ ആക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് അൺസീൻ പവർ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിസം. നമുക്കറിയാം ദൈവത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ അൺസീൻ പവറാണ്. ഒരു മനുഷ്യനും കണ്ടുപിടിക്കാനും കേൾക്കാനും അനുഭവിക്കാനും പറ്റാത്ത വലിയ ശക്തിയാണ്. സൃഷ്ടാവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. അതിന് നമുക്കത് നിർവചിക്കാനുള്ള വേർഡ്സ് ഇല്ല. ആ സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടിയാണ് ഈ ബയോട്ടറി മാഗ്നറ്റിസം. അപ്പൊ തീർച്ചയായിട്ടും മാഗ്നറ്റിസം നമുക്ക് പോസിറ്റീവ് ആണ് തരുന്നത്. നമ്മുടെ ആരോഗ്യം തരും, നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും, നമ്മുടെ സൊസൈറ്റി ലൈഫിൽ തന്നെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള പണം തരും. മറ്റുള്ളവനെ ബൈബിളിൽ പറയുന്നത്, പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലം, മുസ്ലിംസിന്റെയും ക്രിസ്ത്യൻസിന്റെയും ഒക്കെ നോയമ്പ് കാലമുണ്ട്. ഈ നോയമ്പ് കാലത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നന്മയാണ് ചെയ്യേണ്ടത്. നന്മ ചെയ്യുമ്പോൾ മാത്രമേ ഏറ്റവും കൂടുതൽ ദൈവം നമ്മളെ നോക്കുന്നതും കാണുന്നതും നമ്മളെ അനുഗ്രഹിക്കുന്നതും. ഈ നോയമ്പ് പീരീഡിൽ നീ ഒരു വർഷം നിനക്ക് തരുന്ന 365 ദിവസത്തിൽ ഈ 50 നോയമ്പ് പീരീഡിൽ നിന്റെ സ്വഭാവം, നിന്റെ ഡൂയിങ്സ്, നിന്റെ ചിന്ത, നിന്റെ പ്രവർത്തനം
നിന്റെ ദാനം, നിനക്കുള്ള സമ്പത്തിന്റെ ഷെയറിങ്, ഇതെല്ലാം ചെയ്താൽ ഏറ്റവും കൂടുതൽ നന്മ ലഭിക്കുന്ന സമയമാണ് ഈ 50 ദിവസം സമയം. അപ്പൊ ആ ഈ 50 ദിവസത്തെ സമയത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവം തന്നെ നമ്മളെ ക്രമീകരിക്കുക, അതിനുള്ള ശുശ്രൂഷയും അതിനുള്ള പ്രീച്ചും അതിനുള്ള ആരാധനയൊക്കെ പള്ളികളിൽ കേന്ദ്രീകരിച്ചും മോസ്കി കേന്ദ്രീകരിച്ചൊക്കെ നടക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു വർഷത്തില് നമ്മൾ ഒന്ന് അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണത്തിലൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് ഈ നോയമ്പ് കാലം. ആ നോയമ്പ് കാലത്ത് നമ്മൾ ഇതുപോലെ സൂമില് ഇന്ന് പ്രസവാഴ്ച ആ ദിവസം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാനിപ്പം നിങ്ങളുടെ മുന്നേ ഈ പറയുന്ന എല്ലാ വേർഡ്സും നന്മയുടെ വാക്കേ പറയത്തുള്ളൂ. എൻ്റെ വായിൽ നിന്ന് ഈ ബാക്ടീരിയയും പ്രത്യേകിച്ച് വന്നെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ തിന്മ വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി വീർതിയാനായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ പക്ഷെ ഈ ബയോട്ടറി എന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. എൻ്റെ ആരോഗ്യം തന്നു, എന്നെ ആരോഗ്യത്തിലോട്ട് എന്നെ തിരിച്ചു വരുത്തി, എൻ്റെ നല്ല സ്വഭാവത്തിലോട്ട് തിരിച്ചു വരുത്തി. എനിക്ക് സ്നേഹം, സന്തോഷം, ആരോഗ്യം, എങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിലെ ആ ദൈവം ഇഷ്ടപ്പെടുന്ന എല്ലാ ക്വാളിറ്റീസും എനിക്ക് തന്നിട്ടുണ്ട്. അതിലുപരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ നൗ ഐ ആം 70 years, ഈ 70 വയസ്സില് ഏറ്റവും കൂടുതൽ ചാരിറ്റി ഞാൻ ചെയ്തത്. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടില്ല, ഈ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം അനുഭവിക്കുന്നതും നന്മ ചെയ്തിട്ടുള്ള ഒരു വർഷമാണ് ഈ 70 വയസ്സിലെ 1925. അത് ബയോട്ടറി എൻ്റെ കയ്യിൽ വന്നേ പിന്നെ. കാരണം അതിനൊരു പവർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ നന്മയെ പറ്റി വലിയതായിട്ടും ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ച ഒരു വ്യക്തിയാണ്. നമ്മളും നമ്മുടെ കുടുംബവും സമ്പത്തും അങ്ങനെയുള്ള ജീവിച്ച. അപ്പൊ തീർച്ചയായിട്ടും ഈ ബയോട്ടറി എൻ്റെ ജീവിതത്തിലെ എല്ലാ രീതിയിലും എന്നെ ചേഞ്ച് ചെയ്ത ഒരു സംഭവം. അപ്പൊ അത് നിങ്ങളോട് ഇന്ന് ഈ പെസഹ വ്യാഴാഴ്ച ഷെയർ ചെയ്യുന്ന എനിക്ക് അതിലും വലിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലുള്ളവർക്ക് വേണ്ടി മാത്രം ഡീപ്പായിട്ട് ബാക്കിയവർക്ക് ബേസിക് സയൻസ് ഓഫ് മാഗ്നറ്റിസം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ മാഗ്നറ്റിസത്തെ പറ്റി ഞാൻ ആദ്യമേ കുറച്ച് വാക്കുകൾ പറയാം. അപ്പൊ നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള ഒരു എനർജി, ആദ്യത്തെ സൃഷ്ടിയാണ് ആകാശവും ഭൂമിയും. ഈ ആകാശത്ത് ആദ്യത്തെ സൃഷ്ടി ആകാശവും ഭൂമി എന്ന് പറഞ്ഞത് ഭൂമി ആകാശവും എന്നല്ല പറയുന്നത്. അപ്പൊ മേളിലാണ് ദൈവം, മേളിൽ സ്വർഗത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. മേളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കീഴിൽ തന്നെയാണ് ആ പ്രകാശം കൊടുക്കുന്ന വലിയ സൂര്യൻ, അല്ലെ? ആ സൂര്യൻ ഒരു ഡോക്ടറാണ്. ഹിന്ദുസിന്റെ പറയുന്നത് സൂര്യ ഭഗവാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ താഴെ അതിന്റെ ഈ ആദ്യത്തെ ഡോക്ടർക്ക് പ്രിവെൻഷനും ഉണ്ട്, ക്യൂറും ഉണ്ട്. സൂര്യന് പ്രതിരോധ ശേഷിയും ഉണ്ട്, ട്രീറ്റ്മെന്റും ഉണ്ട് ആ ഡോക്ടർക്ക്. അപ്പൊ ദൈവം ആദ്യമേ 2 ഡോക്ടർമാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ കൊടുക്കുന്നത്. അപ്പം സൂര്യന് എല്ലാ പവറും ഉണ്ട്. അപ്പൊ അത് മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമിയാണ് ചവിട്ടി നിൽക്കേണ്ട സംഗതി, അല്ലെ? അവിടെയാണ് എല്ലാ ജീവജാലങ്ങളും ഉള്ളത്. അപ്പൊ അവർക്ക് ആദ്യമേ കൊടുക്കേണ്ട ജീവിതത്തിൽ പ്രകാശമാണ് കൊടുക്കേണ്ടത്. ഈ പ്രകാശം കൊടുക്കുന്നത് കാണാൻ മാത്രമല്ല അനുഭവിക്കാനും കൂടെ. അപ്പൊ തീർച്ചയായിട്ടും ഭൂമി, രണ്ടാമത്തെ സൃഷ്ടിയായ ഭൂമിയിലാണ് എല്ലാ ജീവജാലം, നമ്മൾ ഉൾപ്പെടെ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഒരു അവസരം കൊടുത്തത് ദൈവമാണ്. അവർക്ക് വെളിച്ചം കൊടുത്തത് സൂര്യനാണ്. അപ്പം ഹിന്ദുസ് സാധാരണ പറയുന്നത് ഭൂമി എന്താ പറയുന്നത്? ഗീതാമാട എന്താ പറയുന്നത്? ഭൂമി ദേവത, അല്ലേ? അപ്പം താഴെ ഭൂമി ദേവതയും മേളിൽ സൂര്യഭഗവാന്റെ ഇടയ്ക്ക് നിൽക്കുന്ന 2 പേര് ദേവതയും ദേവനുണ്ട്. ഒരാണിന് ദേവനും സൂര്യ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആണുങ്ങളെയാ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെയാ വയ്ക്കുന്നത്. എന്നാൽ താഴെ സ്ത്രീയാ, മേളിൽ പുരുഷനാ. എപ്പോഴും അങ്ങനെ ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ 2 ശക്തികളുടെ ഇടയിൽ ഏത് ജീവജാലങ്ങൾ ജീവിച്ചാലും എന്ത് പറ്റും? അസുഖം വരില്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാ. കാരണം അത് സൃഷ്ടിച്ചു കഴിഞ്ഞേ പിന്നാണ് ജീവജാലങ്ങളെ കൊടുത്തത്. അപ്പൊ അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, നമ്മൾ ഉദ്ദേശിക്കാത്ത, നിഗമിക്കാൻ പറ്റാത്ത എനർജി സോഴ്സ് ആണത്. ആ എനർജി സോഴ്സ് ഈ ലോകത്ത് ആർക്കും ഒരു ജീവജാലങ്ങൾക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. ഏതെല്ലാം ജീവജാലങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നു. ഏതെങ്കിലും ഭൂമി ആർക്കെങ്കിലും ദോഷം ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ് എൻ്റെ പ്രൊഫഷൻ. നമ്മളിപ്പം നമുക്ക് മനുഷ്യനാണല്ലോ വീടും കാറും ഇതെല്ലാം സുഖസൗകര്യങ്ങൾ വേണ്ടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലെ? എന്നാ മൃഗങ്ങൾ ഏതെല്ലാം ടൈപ്പ് ഉറുമ്പ് തൊട്ട് എത്ര ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങൾ വരെ എവിടെയാണ് താമസിക്കുന്നത്? ഭൂമിയിലാ, അവർ വനത്തില. നമ്മൾ അതെല്ലാം ഡൊമസ്റ്റിക്കേറ്റഡ് അല്ല. അപ്പൊ അങ്ങനെ ഡൊമസ്റ്റിക്കേറ്റഡ് അല്ലാത്ത ജീവജാലങ്ങളും താമസിക്കുന്നത് മണ്ണില. അവരുടെ ബേസ് ബെഡ് എന്ന് പറയുന്നത് എന്താ?
ഭൂമിയാണ്. ആ ബെഡ് എന്ന് പറയുന്ന എന്ത് ബെഡാണ്? മാഗ്നറ്റിക് ബെഡാ. നമ്മൾ പറയും ഈ ലോകത്തിലെ ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ആരാ? അത് ഭൂമിയാ. പിന്നെ നമുക്ക് വേറൊരു വാക്യം കൊണ്ടുണ്ട്, എർത്ത് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് മാഗ്നറ്റ്സ്. അങ്ങനെ എന്തിനാ ഈ സയന്റിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്? 5ാം ക്ലാസ് തൊട്ട് നമ്മൾ പറയുന്ന എർത്ത് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് മാഗ്നറ്റിസം. ഭൂമി മാഗ്നറ്റിന്റെ പ്രഭവ കേന്ദ്രമാണ്. ഈ ഒരു വാക്ക് കൊച്ചുങ്ങളെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച് പുസ്തകങ്ങൾ വായിച്ചത്. പക്ഷെ അത് അതിന്റെ ആക്ഷനോ അല്ലെങ്കിൽ അത് ഹ്യൂമൻ ബീങ്സോ ജീവജാലങ്ങളുടെ ദേഹത്ത് ചെയ്യുന്നതിനെ പറ്റി ഒന്നും പഠിപ്പിക്കുന്നില്ല, ബോധവാന്മാരാക്കുന്നുമില്ല. എന്താ കാര്യം? ഇവൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഡോക്ടേഴ്സ് അല്ലേ? മെഡിക്കൽ ഡോക്ടേഴ്സ്, വെറ്ററിനറി ഡോക്ടർ. ഞാനൊരു വെറ്ററിനറി ഡോക്ടറാണ്. ഇത് ഡോക്ടേഴ്സ് ആണ്. ഈ മെഡിക്കൽ ഡോക്ടേഴ്സിന് എന്തുകൊണ്ട് അവരുടെ ചാപ്റ്റർ എഫക്ട് ഓഫ് ബയോമാഗ്നറ്റിസം ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം കൊടുക്കത്തില്ല, ഒരു ചാപ്റ്റർ കൊടുത്തില്ല, ഒരു അധ്യായം കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു വർഷം അതിനെപ്പറ്റി പഠിപ്പിച്ചില്ല? എന്താ? നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ നമുക്ക് എല്ലാ സയൻസിനും അറിയാം, മാഗ്നറ്റിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ ലോകം തന്നെ ഓടുന്നത്, ജീവജാലങ്ങൾക്ക് നല്ല ആരോഗ്യം കൊടുക്കുന്നത്. നമ്മുടെ ഈ ലോകം പെർഫെക്റ്റ് ആയിട്ട് വന്ന മാഗ്നറ്റിസം കൊണ്ടാണ്. അപ്പൊ ഈ മാഗ്നറ്റിസത്തിനെ പറ്റി എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ഞാൻ ഡോക്ടർമാരോട്, ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഈയിടെ ഒരു വലിയ നമ്മുടെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലെ വലിയൊരു മെഡിക്കൽ ഡോക്ടർ എന്ന് വെച്ചാൽ മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്ത പ്രൊഫസറോട് സംസാരിച്ചപ്പോഴേ ഒരു ജീവിതത്തിന് ആവശ്യമുള്ള നെസസിറ്റി ഓഫ് ദ ലൈഫ് എന്തുവാന്ന് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചപ്പോഴേ പുള്ളി പറഞ്ഞു, വായു, ആഹാരം, വെള്ളം. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു, പുള്ളിക്കാരി വലിയൊരു ഡോക്ടറാ, വേറൊന്നും പറയുന്നില്ല. അപ്പൊ ആ വെള്ളം, ആഹാരം, വസ്ത്രം, ഈ രോഗം വരുന്നത് എന്തുകൊണ്ടാ? ശരിക്കും ന്യൂട്രീഷ്യസ് ഫുഡില്ല, ശരിക്കും വെള്ളം കുടിക്കുന്നില്ല, അതുകൊണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റ്, ആ പുള്ളിക്കാരുടെ നോളജ് നമ്മുടെ കോൺസെപ്റ്റ് എൻ്റർലി ഡിഫറെന്റാ. നിനക്ക് വെള്ളം ഉണ്ടായാലും ആഹാരം ഉണ്ടായാലും ഓക്സിജൻ ഉണ്ടായാലും മാഗ്നറ്റിസം ഇല്ലെങ്കിൽ നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ബേസിക് 5ാമത്തെ മൂലകമായിട്ടാണ് ഇപ്പൊ നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുന്നത്. അല്ല ബുക്കിലോ അല്ലെ സയൻസ് പ്രകാരം അല്ലേ? വായു, വെള്ളം, ആഹാരം, സൂര്യപ്രകാശം, മാഗ്നറ്റിസം. പക്ഷെ ഇത് ആദ്യമേ ഇടേണ്ട മാഗ്നറ്റിസത്തെ പറ്റിയാ. ഈ മാഗ്നറ്റിസം ഈ ഭൂമിയിൽ അട്രാക്ഷൻ ഇല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും സൺലൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും എഫക്റ്റീവ് ആകത്തില്ല. അപ്പം ഡോക്ടേഴ്സിനെ ഇത് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഡോക്ടേഴ്സിന് അറിഞ്ഞെങ്കിൽ തന്നെ, അതായത് എക്സ്റേ സ്കാനിങ് മെഷീൻ്റെ അകത്തൊക്കെ മാഗ്നറ്റ് ഉണ്ട്. നമ്മുടെ ഈ സ്പേസിൽ പോകുന്ന അല്ലെ, ചന്ദ്രനിൽ പോകുന്ന അല്ലെ സ്പേസിൽ പോകുന്നവരുടെ കോട്ടിൽ എന്തിനാ മാഗ്നറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? അത് നിയോഡൈമിൻ മാഗ്നറ്റാ. ശാസ്ത്രം അറിയാം, പക്ഷെ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല. എന്താ കാര്യം? നമ്മുടെ ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ആരാന്നറിയാം? മെഡിക്കൽ ഇൻഡസ്ട്രിയാണ് കൺട്രോൾ ചെയ്യുന്നത്. മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. അത് നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രി അങ്ങ് വളർന്ന് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ അപ്പന്മാരുടെ പൂർവ്വപിതാക്കന്മാരുടെ അടുത്ത് എത്ര ആശുപത്രിയുണ്ട്? ഒരു ഗവൺമെന്റ് ആശുപത്രിയുണ്ട്. ഗവൺമെന്റ് ആശുപത്രി അവിടെ ചെന്ന് കഴിഞ്ഞാൽ തരും, കുറച്ച് കലക്കി കുറച്ച് വെള്ളം തരും. പിന്നെ അത് പുരോഗമിച്ച് രോഗികൾ കൂടാൻ കാര്യം എന്താ? ചെരുപ്പ് കണ്ടുപിടിച്ചു. അപ്പം രോഗികളുടെ എണ്ണം കൂടി, മെഡിക്കൽ ഷോപ്പായി, ഒരു മെഡിക്കൽ ഷോപ്പായി, 2 മെഡിക്കൽ ഷോപ്പായി. ഇപ്പൊ എന്റെ ദേശത്ത്, പത്തനാപുരത്തെ ദേശത്ത് ഏറ്റവും കൂടുതൽ ഷോപ്പ് ഉള്ളത് മെഡിക്കൽ ഷോപ്പാണ്. നീതി സ്റ്റോർ തൊട്ട് അല്ലാത്ത സ്റ്റോർ തൊട്ട് എല്ലാം ഉണ്ട്. അവിടെ എല്ലാം ഭയങ്കര സെയിലുമാണ്. അപ്പൊ ആശുപത്രിയിലോ, ഗവൺമെന്റ് ആശുപത്രിയിലും ഏത് ആശുപത്രിയിൽ ചെന്നാലും പേഷ്യൻസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഏത് വീട്ടിൽ ചെന്നാലും രോഗികളുടെയും രോഗാവസ്ഥയും പറ്റിയ സംസാര വിഷയമാകുന്നു അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഏതൊരു വീട്ടിൽ വലിയ ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയം എന്താ? അല്ലെങ്കിൽ നമ്മളോട് പറയാം, എൻ്റെ അമ്മ എന്നെ ട്രിവാൻഡ്രം RCC കൊണ്ടുപോയി, അത് ചെയ്ത് നോക്കിയപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സ്ത്രീകളുടെ, എൻ്റെ ഭാര്യയുടെ ഒന്ന് സ്കാൻ ചെയ്യപ്പോൾ യൂട്രസിനകത്തൊരു മുഴയുണ്ട്. അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് മയങ്ങി വീണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയാൽ അവിടെ 2 ബ്ലോക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ തുടങ്ങി ഈ നമ്മുടെ രോഗിയെ, ചികിത്സ, ഡോക്ടറെ, ആശുപത്രിയെ പറ്റിയുള്ള സംസാരമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആന്നു. എന്താ കാര്യം? ഡോക്ടേഴ്സ് അത് പ്രൊമോട്ട് ചെയ്യുക. രോഗികളെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ, രോഗാവസ്ഥയിലോട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ഈ ലോകത്ത് മെഡിക്കൽ സയൻസ് പുരോഗമിക്കത്തും. നമ്മുടെ വീട്ടിലൊരു ഡോക്ടർ എന്നായിരിക്കട്ടെ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, നമുക്കിപ്പോ 2 മക്കളുണ്ട്, അല്ല ഒരു മോനുണ്ട്.
നമ്മളെ ഫസ്റ്റ് നമ്മുടെ ശരീരം, നമ്മുടെ പേരൻസ് ആഗ്രഹിക്കുന്ന എൻ്റെ മോനെ ഡോക്ടറാക്കും. അവൻ വെളിയിലോട്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെയും അവന് പഠിക്കാൻ മിടുക്കാനാണോ അല്ലെങ്കിൽ അത് വേറെ കാറ്റഗറി. അവരുടെ മനസ്സിൽ, പേരൻസിന്റെ മനസ്സിലും അവരുടെ റിലേഷൻ അവന് നല്ല ഡോക്ടറായിട്ട് വരട്ടെ, അല്ലേ? എന്നാ വേറെ ഏതെല്ലാം കോഴ്സുണ്ട്? IAS ഓഫീസർ അല്ലേ, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഏതെല്ലാം കാറ്റഗറി പ്രൊഫഷണൽ ജോബ് ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആഗ്രഹം ഒരു കുട്ടിയെ ഡോക്ടർ ആക്കണം എന്നുള്ള, എങ്കിലാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ആ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രോഗികളുടെ ഇൻഡസ്ട്രി അതുപോലെ ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പം മെഡിക്കൽ ഇൻഡസ്ട്രിയുടെ മേളിലായി രോഗികളുടെ ഇൻഡസ്ട്രി. ഈ രോഗികളുടെ ഇൻഡസ്ട്രി കൂടാനായിട്ടുള്ള കാര്യം എന്താ? അവര് പ്രൊമോട്ട് ചെയ്യുന്ന രോഗികളെ, അവര് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെങ്കിൽ നമുക്ക് ഡോക്ടർമാരില്ലാതെയും ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, എന്താ, വൈദ്യപ്പെട്ട ആവശ്യമുണ്ടെന്നാ പറയുന്നത്, ആവശ്യമില്ലെന്ന് പറയുന്നത്. ആവശ്യമുണ്ട്. അതൊക്കെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്കൊരു പെട്ടെന്നൊരു ഓപ്പറേഷൻ വന്നു, അല്ലെങ്കിൽ സിസേറിയൻ വന്നു, ഓക്കെ, നമുക്ക് വേണം, അല്ലെ ട്രീറ്റ്മെന്റ് വേണം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ട്രീറ്റ്മെന്റ് വേണ്ടിയത് എന്തുകൊണ്ടാ? ബേസിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള എനർജി കിട്ടാത്തതുകൊണ്ട്. നമ്മൾ എൻ്റെ പ്രൊഫഷൻ തന്നെ, വെറ്റിനറി പ്രൊഫഷൻ തന്നെ എടുക്കും. ഞാനൊരു 40 വർഷം സർവീസ് ഉള്ള വെറ്റിനറി ഡോക്ടറാണ്. കേരളത്തിലെ തന്നെ നല്ല ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പേരുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ PM രാജു. ഞാൻ ഈ സയൻസ് അല്ലെ ടെക്നോളജി, മാഗ്നറ്റിസത്തെ പറ്റി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് 35 വർഷമായി. കാരണം എൻ്റെ ഫാദർ ഒരു ക്ഷീര കർഷകനായിരുന്നു. അന്ന് നാടൻ വെള്ളത്തിൽ ജീവിച്ച് ഭൂമിയുമായിട്ട് മല്ലിട്ട് ചെരുപ്പിടാതെ വന്ന് ഭൂമിയിൽ കൃഷി ആഹാരം കഴിച്ച് ജീവിച്ച് വളർന്ന് ഞങ്ങളെ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഞങ്ങളെ വളർത്തിയ ഒരു പേരൻസ് ആയിരുന്നു എൻ്റെ ഫാദർ. പുള്ളിക്ക് 98ാമത്തെ വയസ്സിലാണ് പുള്ളിക്ക് ഇന്ന് വരെ ഞാൻ 1 രൂപ പോലും മരുന്നിന് കൊടുത്ത് പുള്ളിയെ സംരക്ഷിച്ചില്ല. പുള്ളി ഒരു 4 ദിവസം കിടന്നു. അപ്പം കിടന്നപ്പോൾ ബൈബിളിലെ നല്ല പാട്ട് വെച്ച് തരാൻ പറഞ്ഞു. ഈ റൂമിലോട്ട് ഒരു ആഹാര സാധനം കൊണ്ടുവരല്ലേ, എൻ്റെ ബാത്റൂമെല്ലാം വൃത്തിയായിട്ട് കഴുകണം, നീറ്റായിട്ട് ഇടണം, എൻ്റെ ബെഡിൻ്റെ അകത്ത് വെള്ള തുണി വിരിക്കണം, എനിക്ക് പാട്ട് കേൾക്കണം. 4 ദിവസം പുള്ളി അങ്ങനെ കിടന്നു, എന്നോട് സംസാരിച്ച് 4ാമത്തെ ദിവസം മരിക്കുന്നു. ഞാനൊരു അവസാന നിമിഷം പോലും 1 രൂപ പോലും ഞാൻ മുടക്കിയില്ല. എന്താ കാര്യം? പുള്ളി ദൈവത്തെ ഭയന്നും മനുഷ്യരെ ശങ്കിച്ചും അതിനെല്ലാം ഉപരി ദൈവം അയച്ചായിരുന്ന വലിയ ദാനങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എനർജിയും, അപ്പൊ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യ തിന്ന് വളർന്ന് മിണ്ടാപ്രാണികളെ സംരക്ഷിച്ചും അതിനെ സ്നേഹിച്ചും അതിൽ നിന്നുള്ള ആദായം കൊണ്ടും ഒക്കെ വളർത്തി നല്ല മനുഷ്യനായിട്ട് ജീവിച്ചുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ദൈവം ഒരു നല്ല മരണം കൊടുത്തു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എൻ്റെ ഫാദർ ഇവിടുന്ന് മരിച്ചടക്കുമ്പോൾ എൻ്റെ പള്ളിയുമായിട്ട് വലിയ ദൂരമില്ല, വളരെ ഒരു 200 മീറ്ററേ ഉള്ളൂ. എല്ലാവരും കാറയിലും ആംബുലൻസിലും കൊണ്ടുവന്നു. മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടാ, എന്നെ കാറയിലും ആംബുലൻസിലും കൊണ്ടുവന്നു, മക്കളെ നിങ്ങൾ കൈക്കകത്ത് പെട്ടി പിടിച്ചോണ്ടേ പോകാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തേ. അപ്പോൾ ഞാൻ എൻ്റെ ഫാദർ വലിയ പേര് കേട്ടോ ഇതില്ല, പക്ഷെ ദൈവം മാനിച്ചു. അവിടെ ചെന്നിട്ട് പള്ളിയിൽ ചെന്നപ്പോഴും വലിയ ബാൻഡ് സെറ്റോടുകൂടി അന്നേരം മോടി എടുക്കാൻ തുടങ്ങിയാണ്. വലിയൊരു ബാൻഡ് സെറ്റ്, രക്ഷസൈനിക സാൽവേഷൻ ആർമിയിലെ ആൾക്കാർ വന്നിട്ട് ബാൻഡിലൊരു അവർക്ക് ഇത് കൊടുത്തു, ബാൻഡ് സെറ്റ് വന്നിട്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പോഴും ബോഡി അവിടെ ചെന്ന് പള്ളി ചെന്നപ്പോൾ നമ്മുടെ ആളുകളുടെ ഫ്ലോ നിന്നില്ല. ആരറിഞ്ഞു എന്താണ്? കാരണം പുള്ളിയുടെ ആ ജീവിതം അതുപോലെ. ആ മാഗ്നറ്റിസത്തെ സ്നേഹിച്ചു, ദൈവത്തിന്റെ സൃഷ്ടിയെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഞാനിപ്പം മനസ്സിലാക്കുന്ന വലിയ സംഗതി. സേവിക്കുകയും മാനിക്കുകയും ചെയ്തു. അപ്പം ആ രീതിയിലുള്ള ഒരു അനുഭവമാണ് ദൈവം ഈ പ്രായമായപ്പോൾ എനിക്കും തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷമാണ്. കാരണം ഞാൻ പോയതായിരുന്നു, ഞാനൊരു സെക്കൻഡ് ലൈഫ് അറിയുന്നു. കാരണം ഞാൻ അമേരിക്ക 2 മക്കളുണ്ടായിരുന്നു, അവർ അമേരിക്കയിലായിരുന്നു. 2028 അമേരിക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ ഒരു നിർജീവനായ ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ എല്ലാ അവയവങ്ങളും കേടുപാട് സംഭവിച്ചു. ഡൈജഷൻ ഇല്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല, മലമൂത്ര വിസർജനം പറ്റുന്നില്ല, ശരീരത്തിന്റെ എല്ലാ മസിൽസും നെർവ്സും ബോണും പെയിൻ. അപ്പൊ അങ്ങനെ ആയ ഒരു ഞാൻ ചുരുക്കം പറഞ്ഞാൽ മക്കളും ബന്ധുക്കാരെല്ലാം അന്ത്യകുദാശ ചെയ്ത് തന്നെ വിട്ടതാ. വീൽ ചെയറിൽ വന്നു. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ പ്രോസ്റ്റേറ്റ് പ്രശ്നം മാറി. പക്ഷേങ്കിൽ എൻ്റെ വീക്ക്നെസ് മാറിയില്ല. എൻ്റെ ഭാര്യയെ പിടിക്കാതെ എൻ്റെ ഫ്രണ്ടിലുള്ള ക്ലിനിക്കിൽ പോകാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ ദുഃഖിച്ചിരുന്നപ്പോഴാണ് ഈ ദൈവം ഒരു ദൂതനെ വിട്ട് ഈ പ്രോഡക്റ്റ് എനിക്ക് തന്നു. ദൈവത്തിന് ഈ പ്രോഡക്റ്റ് എൻ്റെ ഏൽപ്പിച്ച ഒരുപാട് പേർക്ക് ഗുണം കിട്ടുമെന്നുള്ള ദൈവത്തിന് 100% അറിയാമായിരുന്നു. കാരണം ഗോഡ്സ് ലവ്സ് മീ എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എനിക്ക് വേണം. കാരണം എൻ്റെ അപ്പനെ സ്നേഹിച്ച ദൈവത്തിന് എന്നെ സ്നേഹമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ ബയോട്ടോറിയത്തിൽ കൂടിയാണ് നിങ്ങളുടെ മുന്നേ ഇന്ന് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു വടിയും പിടിച്ച്, എൻ്റെ ബെഡ്റൂമാണ്, അവിടെ ഇരുന്ന്
ഞാൻ എൻ്റെ വല്ലതും കഴിച്ച് ആഹാരം കഴിച്ച് ആശുപത്രി ടെസ്റ്റ് ലാബ് ഇങ്ങനെയുള്ള രീതിയിലേക്ക് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. ഇന്ന് 70 വയസ്സ്, now I am 70 years old. ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന മനസ്സ് ബ്രെയിനും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പൊ എനിക്കുള്ളത്, അല്ലേ? ഞാൻ ദേവാലയ പള്ളിയിലെ കൺവീനറാണ്, പള്ളിയിലെ ട്രസ്റ്റിയാണ്. എനിക്ക് ഒരുപാട് ഇൻവോൾവ്മെന്റ് രാവിലെ എണ്ണിച്ചപ്പോൾ വൈകുന്നേരം വരെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം ശക്തിയും കഴിവും ബുദ്ധിയും ജ്ഞാനവും സഹായവും എല്ലാം ചെയ്തു തന്നത് ഈ ബയോട്ടർ. അപ്പൊ നമ്മൾ അതിനെ മറക്കാൻ പറ്റുമോ? അപ്പൊ ആ സന്തോഷം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഷെയർ ചെയ്തെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളെ നല്ല രീതിയിലോട്ട് മരിക്കുന്നത് സ്വഭാവത്തിനും ആരോഗ്യത്തിനും. അപ്പൊ അത് കിട്ടിയത് വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹമായ ഒരു കയ്പ് വീണ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ അത് തന്നെ നമ്മൾ ആദ്യമേ സ്നേഹിക്കണം. സ്നേഹിക്കുക മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കണം. ആ ഉപയോഗിച്ചത് റിസൾട്ട് കിട്ടിയ മറ്റുള്ളവരുടെ നഗ്നസത്യമായിട്ട് പറയണം. ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബിസിനസ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പല പ്രൊഡക്റ്റും നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയും. അത് നമ്മുടെ ബിസിനസ്സിനോ അല്ലെ നമ്മുടെ നന്മയ്ക്കോ അത് കോട്ടം വരും. ഒരിക്കലും പറയരുത്. നമുക്ക് വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ് ഇൻ യുവർ ലൈഫ് അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ, അത് നഗ്നമായിട്ട് തന്നെ അവരോട് പറയണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഫീൽഡിൽ ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറയാം, ഈ ഇപ്പോഴത്തെ ഒരുപാട് തള്ളുക എന്ന് പറയത്തില്ലേ, ഏതൊരു അവസരം കിട്ടിയാലും അതിന്റെ ബെനിഫിറ്റിനെ പറ്റി നമ്മൾ മസാല കൂട്ടി പറയും. ഈ മസാല കൂട്ടി പറഞ്ഞ ആദ്യത്തെ ചിലപ്പോൾ കിട്ടി, പക്ഷെ അവൻ ആ ഫീൽഡിൽ കിട്ടാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇത് സത്യസന്ധമായ ഒരു സംഭവമല്ലേ, ദൈവത്തിന്റെ സാധനമല്ലേ ഇത്. അത് കൈകാര്യം ചെയ്യുന്ന വളരെയധികം ശ്രദ്ധിച്ചു വേണം. അപ്പം ഇതിൻ്റെ അകത്ത് ശക്തിയുണ്ട്, ഇതിൻ്റെ അകത്ത് നന്മയുണ്ട്, ഇതിൻ്റെ അകത്തൊരു വിടുതലുണ്ട്, ഇതിൻ്റെ അകത്തൊരു സൗഖ്യമുണ്ട്, ഇതിൻ്റെ അകത്ത് എല്ലാം തികഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ബയോട്ടർ. അപ്പൊ അതിനെ നമ്മൾ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഉപദേശങ്ങളും സെമിനാറും ഒക്കെ കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബയോട്ടറത്തെ നമ്മൾ സ്നേഹിച്ച് നമ്മൾ മാന്യമായ രീതിയിൽ അതിനോട് പെരുമാറിയാൽ അതും വളരെ മാന്യമായ രീതിയിൽ നമ്മളോട് പെരുമാറും. ഇൻ ടേൺ ഗീവ് റെസ്പെക്ട് ടു ഈ ബയോട്ടോറിയം, യു വിൽ റിട്ടേൺ ദ റെസ്പെക്ട് ഇൻ ഒത്തിരി ഇരട്ടിയായിട്ട് നമുക്ക് ആ റെസ്പെക്ട് ചെയ്യും. അത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. ഈ ജ്ഞാനം, ഈ ബയോമാഗ്നറ്റിസം നമ്മുടെ ശരീരത്തില് എന്താണ് തരുന്നത് എന്നുള്ള വളരെ അത് നമ്മൾ ഒരുപാട് കേട്ടതാണ്. എല്ലാ ക്ലോസിങ്ങിലും മനോജ് സാറ് പറയും, നമ്മൾ എല്ലാ സെമിനാറിലും ഈ ബയോട്ടോറിയം, ഈ മാഗ്നറ്റിസം നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ഞാൻ ഒരു ചുരുക്കമായിട്ട് പറയും, നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മാഗ്നറ്റിസത്തെ പറ്റി വിവരിക്കുന്നത് ഒരു 2-3 എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും അബദ്ധം പറ്റി, എനിക്ക് ആരംഭകാലത്തൊക്കെ എനിക്ക് അബദ്ധം പറ്റി. നമ്മൾ വളരെ ഒരു വീട്ടിൽ നമുക്ക് ഈ സാധാരണ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ കാര്യം പറഞ്ഞാൽ മനസ്സിലാ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതാ യാക്കോ സാറേ, നമ്മളിത് ഒരു മനുഷ്യനും ഈ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. ഇടവട്ടെ കിടന്ന നീ പഠിച്ച ഡോക്ടറല്ലേടാ, നീ എന്തിനാടാ ഇങ്ങനെ പറയുന്നത്? എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നും അവര് വിശ്വസിച്ചിട്ടില്ല മനസ്സിലായി. അപ്പം തീർച്ചയായിട്ടും ഇത് വിശ്വസിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടായുള്ള സംഭവമാണ് ദൈവം നമ്മുടെ തന്നിരിക്കുന്നത്. ആ പവറിനെ പറ്റി നമ്മൾ അനുഭവിച്ച കാര്യം ഇപ്പൊ ഞാൻ അപ്പൊ തീർച്ചയായിട്ടും ഈ ബയോട്ടോറിയം ഒരു വീട്ടിൽ ചെന്നാല് നമ്മൾ അവതരിപ്പിക്കുന്ന വളരെ സിമ്പിളായി അവതരിപ്പിക്കും. ഓനയാ ചെയ്യുന്നതൊന്നും പറയരുത്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വിനയം, നമ്മുടെ താഴ്മ, നമ്മുടെ സ്റ്റെപ്പ് ഇൻ ടു ദ ഹൗസ്, അതെല്ലാം ഒരു ഫാക്ടറാണ്. നമ്മൾ ഈ ഷൂ ഒന്നും ഇട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറയാറുണ്ട്, നല്ല വീടുകളൊന്നും ഷൂ ഇടും. നമ്മുടെ അഹങ്കാരം എന്നാൽ നമ്മൾ ഈ ബയോട്ടത്തിൽ കൂടെ എന്ത് ചെയ്തിട്ട് ആരോഗ്യം കിട്ടി, നമുക്ക് അഹങ്കാരം ഉണ്ടാവും. എനിക്ക് സമ്പത്ത് കിട്ടി, ഞാൻ കോടീശ്വരനാ, എനിക്ക് ഒരു മാസം 5 ലക്ഷം രൂപ, നിങ്ങളെങ്ങാട്ടി നീ എന്തോടാ ഇപ്പൊ വീട്ടിൽ താമസിക്കുന്നത്, ഞാൻ വലിയ വീട്ടിൽ താമസിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഷൂ ഇട്ട് വീഴും. അതൊക്കെ നമ്മുടെ അഹങ്കാരം ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബയോട്ടറി ഒരു മനുഷ്യനെ അഹങ്കാരിയാക്കും എന്ന് പറഞ്ഞത് കറക്റ്റാ. അപ്പോൾ ആ ഒരു മനോഭാവത്തോട് നമ്മൾ ആ ഒരു വീട്ടിൽ സ്റ്റെപ്പും ചെയ്യരുത്. നമ്മൾ ആ സ്റ്റെപ്പും ചെയ്യുമ്പോൾ ഷൂ ഒക്കെ അടിച്ചിട്ട് അവരെ ചെന്ന് ഷെയ്ക്കാൻ എടുത്ത് നമസ്കാരം സാർ, ആ ഒരു വിനയവും താഴ്മയും വേണം, അല്ലേ? വിനയം ഉള്ളിടത്തേ ഒരു നന്മയുള്ളൂ, താഴ്മ ഉള്ളിടത്തേ ഒരു അനുഗ്രഹമുള്ളൂ. അപ്പൊ ആ വീട്ടിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഒരു കസാറ പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചിടുക, അല്ലെങ്കിൽ അതോട് പൊക്കിയെടുത്ത് അങ്ങോട്ട് ഒന്നും വേണ്ട. അവരിട്ടിരിക്കുന്ന സ്ഥാനത്ത് അവരുടെ കസാറകളൊന്നും നമ്മൾ നേക്കാനുള്ള നമുക്ക് അതിനുള്ള അധികാരമില്ല. നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുക. ദൈവത്തെ ഓർത്ത് ഒരു കാരണവശാലും മൊബൈൽ നിങ്ങൾ ഓൺ ആക്കരുത്. മൊബൈൽ ആക്കി കഴിഞ്ഞാൽ അപ്പോഴേ പോയി. നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരും ഉടൻ തന്നെ ചാറ്റ് ചെയ്യുക, അങ്ങോട്ട് പറയാം ഇങ്ങോട്ട് പറയാം.
അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി മൊബൈൽ എടുക്കും. ഇതൊക്കെ അലോസരപ്പെടുത്തുന്ന നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാതിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ മനസ്സാറൊക്കെ പല സമയത്തും പറഞ്ഞില്ല. പക്ഷെ ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ തിങ് കെയർ ചെയ്തെങ്കിലേ വലിയ കാര്യം നമുക്ക് അവിടെ നേടാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സൗമ്യത്തോടെ, എളിമയോടെ, താഴ്മയോടെ, ഗർവൊന്നും കൂടാതെ, അഹങ്കാരം മനോഭാവം എല്ലാം കളഞ്ഞ് ആ വീട്ടിൽ ചെന്നിട്ട് 2-3 കാര്യം പറഞ്ഞാൽ മതി. സാറേ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ആഗ്രഹിക്കുന്ന ആരോഗ്യം. അപ്പൊ ഇപ്പോൾ നമ്മൾ എല്ലാം ആശ്രയിക്കുന്ന മെഡിക്കൽ സയൻസിന്, അല്ല ആയുർവേദം, പല കാറ്റഗറിയാണ്. ഇന്ന് നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് മെഡിക്കൽ മെക്കാനിസം നമുക്ക് ഇന്ന് പ്രചാരത്തിലുണ്ട്. അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. പക്ഷെ ഞാൻ അതിന് 2-3 കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ 3-4 ഡീപ്പായിട്ട് സയൻസിലോട്ടൊന്നും പോരാ. എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ട്, അസുഖം മാറാനായിട്ട് മരുന്നില്ലാതെ പറ്റുമോ? പറ്റും. അപ്പൊ ചിലരുണ്ട്, ഇത് ചെല്ലുമ്പോൾ സാറേ ഇത് കയ്യെ കെട്ടിക്കുന്ന ബാൻഡ, ഇപ്പൊ ഇതിന്റെ ശക്തി കാണിക്കും, സാറ് കൈ ഒന്ന് ഇടിക്ക്, ഒന്ന് പൊക്കി, അടിപൊളി ബഹളമായിരിക്കും. അതൊന്നും ചെയ്യരുത്. എനിക്ക് പറ്റിയതാണ്. പിന്നെ ഞാൻ എന്റെ ഞാൻ സക്സസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് ഫസ്റ്റില് ഇത് എന്തുവാണെന്നൊന്നും പറയാതെ ഈ ഡെമോ ഒന്നും കാണിച്ചു കളയാം. ഇടയ്ക്ക് വെച്ച് ഡെമോ കാണിക്കും, തീരുമ്പോഴും കാണിക്കുന്നത്. നമ്മൾ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മുഷിഞ്ഞു. അപ്പൊ നമ്മൾ ഇത് പവർ ഞാനൊന്ന് കാണിക്കാം സാറൊന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വാന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമല്ല സാർ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം, നല്ല രസം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അപ്പോൾ അവർക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ്, എന്നിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എടുക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ടെക്നോളജി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചെങ്കിൽ ഇത് നമുക്ക് ടി വിക്കകത്തേക്കൂടെ, പരസ്യത്തേക്കൂടെ, പേപ്പറിൽ ഒന്നും ഇൻഫർമേഷൻ കിട്ടത്തില്ല. ഇത് മൗത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ അനുഭവിച്ച സന്തോഷം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുതരാം എന്നുള്ള വളരെ സന്തോഷം കൈ കൊടുത്ത് മാത്രമേ നമ്മൾ പിരിയാവൂ. മനസ്സിലായി? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അവരെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരിക്കലും തള്ളരുത്. തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോക്കാം. കാരണം ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് തള്ളി ആ കമ്പനി വരെ നഷ്ടപ്പെട്ടു. നമ്മുടെ കമ്പനി നഷ്ടപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. ഇനി ഈ മാഗ്നറ്റിസം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ത് ചെയ്യുന്നു വളരെ സിമ്പിളാണ്. അതിപ്പോഴും നമ്മൾ കേൾക്കുന്ന ഇല്ലേ, ഈ മാഗ്നറ്റിക് എനർജി ഇല്ലാതെ ഒരു ജീവജാലങ്ങൾക്ക് ശരിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ജീവിതം നയിക്കാൻ പറ്റത്തില്ല. മനുഷ്യരുൾപ്പെടെ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് ആയിട്ട് മാഗ്നറ്റിസം. ഈ മാഗ്നറ്റിസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം കുടിച്ചാൽ അത് സെൽസ് യൂട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ആഹാരം കഴിച്ചാൽ മെറ്റബോളിസത്തിന് തയ്യാറാകത്തുള്ളൂ. ആരോഗ്യം, എല്ലാം ബേസ് മാഗ്നറ്റിസം. അപ്പൊ ഈ മാഗ്നറ്റിസം ഇന്ന് നമുക്ക് ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. അത് ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ ചെരുപ്പ് കാലയില്, നമ്മൾ കട്ടിലേല്, കാറയില്, അത് നമ്മൾ പറയുന്ന വേർഡ്സാണ്. അതുകൊണ്ട് ഡോക്ടർ സാഗർ ജോഷി ഇന്ന പോലെ ആ മാഗ്നറ്റിക് എനർജി പൗഡർ രൂപത്തിൽ മെയിൻ ചെയ്ത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി, നാനോ ടെക്നോളജി രൂപകൽപ്പന ചെയ്ത് ബട്ടൺസ് രൂപത്തിലായിട്ട് ഈ മെത്തയിലും അല്ലെ മാട്രസ് പാഡിലും, വില്ലോ പാഡിലും, റെസ്റ്റ് ബാൻഡിലും, വാട്ടർ പാഡിലും ഇൻസ്റ്റാൾ ചെയ്തു. നമ്മൾ ഒരു കെമിക്കൽസും നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നില്ല. അപ്പൊ ഇത് ഗ്രാജുവലായിട്ട് നമ്മുടെ നമ്മൾ ഏത് അസുഖത്താൽ ബുദ്ധിമുട്ടുന്നോ അതിൽ നിന്ന് ഗ്രാജുവൽ, നാളെ കയറി ഷുഗറൊന്നും മാറുമെന്നും പറയല്ലേ, എനിക്ക് അനുഭവമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അനാരോഗ്യത്തിൽ നിന്ന് വിടുതൽ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അസുഖബാധിതനായി. ഇന്ന് നിങ്ങൾ രോഗബാധിതനല്ല, നാളെ ആകാം. അപ്പം അത് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് പ്രതിരോധ ശേഷി കിട്ടും. അങ്ങനെ നമുക്ക് നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാം. ഇന്നലെ തന്നെ ഞാൻ വൈകിട്ട് കയറിയപ്പോൾ, ഇന്നലെ വൈകിട്ട് ഒരു സൂം ഉണ്ടായിരുന്നു KBCയുടെ, മനോജ് സാറില്ലായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് സൂം തുടങ്ങി കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഒരാളെ എഴുതി കാണിച്ചു, എനിക്ക് അസുഖമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? അയാൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? വേണ്ടാത്ത മനേന്ദ്ര നമ്മുടെ ശരീരം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്ന നമ്മളതിനെ കിടക്കുന്നത്. എനിക്ക് അസുഖമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ? പക്ഷെങ്കിൽ അയാൾ പറഞ്ഞത് അയാളുടെ കോൺസെപ്റ്റ് ശരിയാ, പക്ഷെ അത് തെറ്റാണ്, നമുക്കറിയാം. അതല്ലെങ്കിൽ നാളെ പുള്ളിക്ക് അസുഖം വരാമല്ലോ. ഇത് പ്രിവെൻഷനാണ്, ഇത് വെൽനസ് പ്രൊഡക്റ്റ്. ഇത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ മെഡിക്കൽ നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത് പ്രിവെൻഷൻ, വരാതിരിക്കാൻ, വാക്സിൻ വൈറസ് ഡിസീസ് വരാതിരിക്കാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അസുഖം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷി ക്ഷയിക്കുന്നത് കൊണ്ട്, മാഗ്നറ്റിസത്തിന്റെ അഭാവം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അസുഖം കടന്നു വരും. നമ്മുടെ ഈ ബൈറ്റത്തിന്റെ സ്ലോഗൻ തന്നെ അതാ. അപ്പൊ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഇതിന്റെ ഈ എപ്പോഴും പറയുമല്ലോ, എനിക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യമേ ഉപയോഗിക്കുമ്പോൾ എനിക്ക്
നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ആദ്യമേ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വലിയ എഫക്റ്റ് ഞാൻ കിടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പില്ലോ പാട് പോലും മെത്തേ കിടന്നു. മനോജ് സാർ വന്ന ഒരു 3 മാസം കഴിഞ്ഞ് മനോജ് സാർ എന്നെ കാണാനായിട്ട് വിസിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ബാൻഡ് എന്ത്, വെള്ളം എന്ത്, ഇതെല്ലാം ഓരോന്നും ചോദിച്ച് ഇതിന്റെ ആക്ഷനും ഇതിന്റെ ഡെമോയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അന്ന് തൊട്ട് ഞാൻ നെഞ്ചോട്ട് ചേർത്ത് പിടിച്ചു. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ഡിസീസ് കണ്ടീഷൻ മാറണം. ഇന്നും എനിക്ക് തോന്നുന്നു ഈ സൂമിൽ ഏറ്റവും കൂടുതൽ ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാനും എന്റെ വൈഫാണ്. കാരണം കുളിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ എന്റെ മാഗ്നറ്റിക് എനർജി എന്റെ ശരീരത്തു നിന്ന് മാറി നിൽക്കുന്നത്. കുളിച്ച് തോർത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കെട്ടിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പൊ നമ്മുടെ ലോകത്ത് നമ്മളെ ഇന്ന് രോഗികളാക്കുന്നത് ഏറ്റവും കൂടുതൽ ലോസ് ഓഫ് ഇനഫ് മാഗ്നറ്റിസം ഇൻ ഹ്യൂമൻ ബോഡി ഒരു പോയിന്റ് ആണ്. നമ്മുടെ ആവശ്യാനുസരണമുള്ള മാഗ്നറ്റിസം നമ്മുടെ സെൽസ് ടിഷ്യൂവിന് കിട്ടുന്നില്ല. അതുകൊണ്ട് പ്രതിരോധശേഷി നശിക്കുന്നു, രോഗത്തിനടിമയാണ്. രണ്ടാമത് ഈ കാലഘട്ടത്തിലാണ് ഈ അസുഖങ്ങൾ ഏറ്റവും കൂടി വന്നത്. ഞാനിത് പറയേ, രോഗികളുടെ ഇൻഡസ്ട്രി മേളിപ്പോയി, മെഡിക്കൽ ഇൻഡസ്ട്രി താഴെ വന്നിട്ട് രോഗികളുടെ ഇൻഡസ്ട്രി മേളിപ്പോയി. അതിന്റെ കാര്യം എന്താ? വൈഫൈ റേഡിയേഷനാണ്. അപ്പൊ നമ്മുടെ വൈഫൈ നമ്മുടെ സന്തത സഹചാരിയാണ് മൊബൈൽ ഫോൺ. അതെപ്പോഴും പോക്കറ്റിൽ കാണും അല്ലെ? ഇപ്പൊ ഒരു ഫാഷനാ അല്ലെ? മിനിസ്റ്റർ ഉൾപ്പെടെ അല്ലെങ്കിൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഒരു കയ്യിൽ ഒരു മൊബൈലും പിടിച്ചിട്ട് അങ്ങനെ പോകുന്നു, പ്രത്യേകിച്ച് പൊളിറ്റീഷ്യന്മാർ. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പൊ ഇത് പെട്ടെന്നൊരു മൊബൈൽ പിടിച്ചുകൊണ്ട് അല്ലെ മൊബൈൽ നോക്കിക്കൊണ്ട് നമ്മൾ രോഗികളാകത്തില്ല. അത് ഗ്രാജുവലി അത് ക്യാൻസറിന്റെ കൂട്ട് കാർന്ന് തിന്നുന്ന ഒരു അസുഖമാണ്, ഒരു സോഴ്സാണ് ഈ മൊബൈൽ റേഡിയേഷനും വൈഫൈ റേഡിയേഷൻ. അതൊരു സമയമാകുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗശൈലിയിൽ നിന്നും അതിനെ മൂർച്ച കൂട്ടുന്നു മൊബൈൽ റേഡിയേഷൻ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മാഗ്നറ്റിസം കുറഞ്ഞു, മൊബൈൽ റേഡിയേഷൻ കൂടി. അപ്പോൾ നമ്മൾ രോഗികളുടെ ഇൻഡസ്ട്രി മേളിലോട്ട് പോകും. അപ്പൊ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. വ്യക്തമായിട്ട് ആ ഡെമോ കാണിച്ചു. അപ്പൊ ആ ഡെമോ കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയത്തില്ല. വ്യക്തമായിട്ട് പറയാം. മനീഷ് സാർ പറഞ്ഞ പണ്ട് നമ്മുടെ ഈ കോളൊക്കെ കൊടുത്തിട്ട് ആ ഡെമോ കാണിക്കുന്നത്. അതൊന്നും വേണ്ട, ഈ മൊബൈൽ കൈ പിടിച്ചാൽ മതി, അപ്പോൾ ഡീചാർജ് ആവും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തെ പറ്റി അറിയാവുന്നവർ ചോദിച്ച് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമ്മുടെ രോഗികളുടെ ഇൻഡസ്ട്രി കൂടാനും നമ്മൾ കഷ്ടത്തിലോട്ടാക്കാനും മെയിൻ പോയിന്റ് ഒന്ന്, നമ്മളെ ഡയറക്റ്റ് മാഗ്നറ്റിസം കിട്ടുന്നില്ല. ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജിയിൽ ഇൻസഫിഷ്യൻ്റാ, നമ്മുടെ സെൽസിന് അത്രയും പോരാ. അതുകൊണ്ട് ഈ ബെഡ് നമ്മുടെ ബെഡിൽ കൊണ്ടു തന്നു, നമ്മുടെ കട്ടിലെ കൊണ്ടു തന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്നത്തെ യുഗത്തിൽ ഇനി മൊബൈൽ മാറ്റി വെക്കുക, വൈഫൈ റേഡിയേഷൻ ടവർ എല്ലാം പൊളിച്ചു കളയാന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ആദ്യമേ നമ്മൾ പറഞ്ഞു നിങ്ങൾ മണ്ണി കിടക്കുക, ചെരുപ്പിടാൻ കിടക്ക്, അതുപോലെ തന്നെ ഒരു സംഭവമായി പറഞ്ഞു. വൈഫൈ റേഡിയേഷൻ ടവർ എല്ലാം പൊളിച്ചു കളാ, മൊബൈൽ എടുത്ത് കളാ എന്ന് പറയാൻ പറ്റത്തില്ല. ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഇതിൽ മൊബൈൽ ഇല്ലാതെ പറ്റത്തില്ല. ആരെയില്ലെങ്കിലും മൊബൈൽ വേണം. അപ്പൊ തീർച്ചയായിട്ടും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതും നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി. അപ്പൊ നമ്മൾ അത് കൺവിൻസ് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് വീണ്ടും അറിയാനുള്ള ആകാംക്ഷ തോന്നും. അങ്ങനെ നമ്മുടെ ഈ ഫീൽഡിൽ നമുക്ക് വ്യക്തമായ ഒരു ആധിപത്യം സ്വീകരിച്ച് നമുക്ക് നന്മ ചെയ്യുവാനും നമ്മളെ തന്നെ രക്ഷിക്കാനും നമ്മളെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ സമയമൊക്കെ തീരാറായി. അപ്പൊ എനിക്ക് ഈ ഞായറാഴ്ച കിട്ടിയ വലിയൊരു അനുഭവം എന്താണെന്നറിയാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഡയബറ്റിക്കിന്റെ 12.5 HbA1c ആയി. ഞാൻ മനോജ് സാറിനോട് ഈ കഴിഞ്ഞ ഫോണിൽ, സാറേ ഇത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും അതിനകത്ത് വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നില്ല, വന്നിട്ടില്ല ഇതുവരെ. അപ്പം എനിക്ക് തന്നെ അറിയാം, എന്റെ ക്രോണിക് ആയിരുന്നു. ഈ 12.5 HbA1c എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര, അത് ചാവുന്ന സംഭവമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് വന്ന് ഇപ്പൊ 10 ആയി. അപ്പൊ 2.5 മാത്രമേ എനിക്ക് കുറഞ്ഞിട്ടുള്ളൂ ഒരു വർഷം യൂസ് ചെയ്തു. അപ്പം തീർച്ചയായിട്ടും പക്ഷെങ്കിൽ ആ ഡയബറ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൽ ഹെൽത്തിന്റെ ഒരുപാട് കുറഞ്ഞു. എനിക്കിപ്പോൾ ആഹാരം കഴിക്കാം, എനിക്ക് നല്ല ഉറക്കമുണ്ട്, എൻ്റെ ബോഡി പെയിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു, എനിക്ക് മെമ്മറി പവർ വന്നു, എനിക്ക് പഴയതൊക്കെ ഓർമ്മ വന്നു, എനിക്ക് നല്ല മോഷൻ ഉണ്ട്, അതെല്ലാം കാര്യങ്ങളെല്ലാം വന്നു. അതുകൊണ്ട് നിങ്ങൾ ഡയബറ്റിക് പ്രത്യേകിച്ച് ചെയ്ത മാഡം ഒക്കെ പറയല്ലേ ഡയബറ്റിക് പേഷ്യൻ. അപ്പൊ നമ്മളെ ഇത് ഗ്രാജുവലായിട്ടാണ് കൊണ്ടുപോകുന്നേ. പെട്ടെന്ന് നാളെ ഇത് കയറി 7.5 HbA1c ഒന്നും ആകത്തില്ല. ചത്ത ഒരു ബോഡി എങ്ങനെ രണ്ടാമത് പെട്ടെന്ന് ഇത് അതിന് റിജനുവേഷനായിട്ട് നമ്മുടെ ബീറ്റാ സെൽസിനൊക്കെ ഓക്സിജൻ കൊടുത്ത് അതിനെ പ്രവർത്തിക്കാൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കൊടുക്കും. ഇപ്പൊ നമുക്ക് വലിയൊരു ഭാഗ്യം കൂടെ ഈ ബയോടെറിൻ തന്നിട്ടുണ്ട്. നമ്മൾ ഈ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിനും കൂടെ എഫക്ട് ചെയ്യും. ഇപ്പൊ തന്നെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള അതിന്റെ അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു ടാബ്ലറ്റ് ഒരുപാടെണ്ണം ഇറങ്ങി. പക്ഷേങ്കിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത് അഡ്വാൻസ്ഡ് ഷുഗർ ബാലൻസ്
അപ്പൊ ആ ഒരു ടാബ്ലറ്റ് ആണ് പ്ലാൻ ബേസ്ഡാ. ഒന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതായ എന്താ വലിയ ഇത് പറയുന്നത് മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിന്റെ എസൻസ് എല്ലാം മദർ സ്റ്റെം ഉപയോഗിച്ച് നമുക്ക് അത് ഗുളികയുടെ രൂപത്തിലാക്കി ടിന്നിന്റെ അകത്തെടുത്ത് നമ്മുടെ കമ്പനി സപ്ലൈ ചെയ്യും. ഇപ്പോഴത്തെ ഈ പ്ലാൻ ബേസ്ഡ് ഡയബറ്റിക് കാരിയർ എന്ന് പറയുന്നത് UK ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ അതിനെ ചെയ്യണം. അതിന്റെ ക്ലാസ് ഒക്കെ മനസ്സിൽ പറയും. തീർച്ചയായിട്ടും അത് പ്ലാൻ എഫക്റ്റ് ആയിരിക്കും. അത് കഴിച്ച് നമ്മൾ ഈ ബാക്ടീരിയ പ്രൊഡക്റ്റിലൂടെ നമ്മുടെ ജീവിതമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വിടുതൽ എന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ ഇതായിട്ടും വരത്തില്ല. കാരണം ബീറ്റാ അൾസേഴ്സ് ഡയബറ്റിക്കിന്റെ ഒരു വളരെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സയൻസ് ഞാൻ പറയാം. അതായത് ഒരു ഡോക്ടർമാർക്കും ഈ ലോകത്തൊരു മെഡിസിനും ഒരു ഡോക്ടർമാർക്കും ഡയബറ്റിക് ഫുൾ ആയിട്ട് ചികിത്സ ചെയ്ത് ഭേദമാക്കാൻ പറ്റാത്ത ഒരു ഡിസീസാണ് ഡയബറ്റിക്. ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനേ പറ്റും. കൺട്രോൾ ആദ്യമേ കുറഞ്ഞ മെഡിസിനെ തുടങ്ങി കൂടിയ മെഡിസിനിലായി ഒടുക്കം ഇൻസുലിന്റെ 10 തുടങ്ങി 50 ഇറങ്ങി 100 പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഇതിലോട്ട് പോകും. എവിടാ നമ്മുടെ ഡയാലിസിസിലോട്ട് പോകും. അതാണ് അതിന്റെ പ്രൊഗ്നോസിസ് എന്ന് പറയുന്നത്. മുന്നോട്ടുള്ള ജീവിതം ഡയബറ്റീസിന് അങ്ങനെ. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഒരു വിടുതൽ കിട്ടാൻ മാഗ്നറ്റിക് തെറാപ്പിയും പ്ലസ് ഈ മെഡിസിനൽ തെറാപ്പിയും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ രക്ഷപ്പെട്ടു പോകും തീർച്ചയായും. അപ്പൊ എനിക്ക് ഇപ്പം ജീവിപ്പോ ഇനി അധികം ആയുസ് വേണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കുള്ളൂ. അപ്പൊ എന്നെ ഈ ബയോട്ടോറിയം ഈ രീതിയിലാക്കി തന്നെ. രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോളുണ്ട്. എനിക്ക് രണ്ട് പെമ്പിള്ളാരാ, 4 മക്കളാണ്. അതിൽ ഒരു മകൾക്ക് ഒരാണും ഒരു പെണ്ണും, മറ്റേ ഇളയ മോക്ക് ഒരാണും ഒരു പെണ്ണും. അങ്ങനെ ദൈവം തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവരെല്ലാം നല്ല പിള്ളേരാണ്, നല്ല ക്യാരക്ടറാണ്, നല്ലപോലെ പഠിക്കുന്ന പിള്ളേരാണ്, നല്ല ബ്രില്യൻ്റാണ്. അമേരിക്കയിലൊക്കെ അവർ ക്ലാസ്സിൽ ഫസ്റ്റാണ്. അതിലൊരു മൂത്ത മോളുണ്ട്, നറ്റാലിയ എന്നാണ് അവിടെ പേര്. നൗ ഷീ ഈസ് 14 years old. അപ്പൊ ഈ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ പോയിട്ട് കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ വന്നപ്പോഴും അപ്പൊ ഞാൻ ഈ മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റി ഒക്കെ ഇവിടെ അമ്മമാരോട് പറഞ്ഞ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൊച്ചുമക്ക് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ പ്രസന്റ് ആയിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് എപ്പോഴും ഈ ബുക്ക് വായനയാണ്. റൂമിൽ പോയാലും മൊബൈൽ നോക്കി ബുക്ക് വായന, അവർ ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ളത്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തൊന്ന് പറഞ്ഞു, മോളെ അത് ഗസ്റ്റ് വരുമ്പോൾ ആ ഡെമോ ചെയ്യാനായിട്ട് ആ സാധനം എടുത്തോണ്ട് വന്ന് വെള്ളം എടുത്തോണ്ട് വന്ന് നീ ഡെമോ ഒന്ന് ചെയ്ത് കാണിച്ചേ, അപ്പച്ചാക്ക് കൈ വയ്യ എന്ന് ഞാൻ ഇവളെ പതുക്കെ അതിൻ്റെ അകത്തോട്ട് ഇൻവോൾവ് ആക്കി. ഇപ്പൊ ഇവളെ കൊണ്ട് ഡെമോ ചെയ്യിപ്പിക്കും. അപ്പൊ വരുന്നവരോട് ഇവളെ കൊണ്ട് ഡെമോ ചെയ്യിക്കുമ്പോൾ അവർക്ക് വലിയൊരു അട്രാക്ഷൻ. അപ്പൊ അവർക്ക് ഇതിൻ്റെ അകത്ത് ഒരു അട്രാക്ഷൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് മോളെ, നീ ഇത് യൂസ് ചെയ്യണം. നീ പഠിക്കുന്ന ഒരു കരാറ്റ, നമ്മുടെ ഇവിടെ കരാറ്റ എന്ന് പറഞ്ഞു ടിക്കോണ്ട എന്ന് അവിടെ പറയുന്നത് അമേരിക്കയിൽ, അതൊരു വേറെ വകുപ്പാണ്, അതിന്റെ കാറ്റഗറി അത് തന്നെ. അപ്പൊ അത് അവള് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ നീ നല്ല വിൻ ചെയ്യും. ഞാൻ എൻ്റെ ഒരു നച്ചല് ചൊല്ലിയതാ, മോളെ ഇത് നിന്റെ ഭയങ്കര എനർജി ഉണ്ട്, ഇതൊന്ന് ഒരു വെള്ളം നിന്റെ കൈ തൊട്ട് ഈ ബാൻഡ് നിന്റെ കൈ കെട്ടപ്പോൾ നിന്റെ എനർജി ലെവൽ കാണിച്ചില്ലേ. അപ്പൊ നീ നിന്റെ ഇതിൻ്റെ അകത്ത് നീ സക്സീഡ് ചെയ്യും. അതുകൊണ്ട് നീ ബാൻഡ് കിട്ടണം, ഈ വെള്ളം കുടിക്കാതെ ബെഡേ കിടക്കണം, അപ്പച്ചാ ഇത് നിനക്ക് ഒരു പ്രസന്റ് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു. അവൾ ഇത് വേവാക്യം പോലെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി യൂസ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച US ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അമേരിക്കൻ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സെലക്ഷൻ അവർക്ക് കിട്ടി. ഞാനത് ഇതിനകത്ത് KBC പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇത് വാങ്ങിക്കുന്നത്. അപ്പൊ ആ ജീവിതത്തിലെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. അമേരിക്ക കൺട്രിയെ റെപ്രസെന്റ് ചെയ്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ പോകാന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? അപ്പൊ അതിന്റെ ബിഗ് എനർജി സോഴ്സ് എന്തോ ഈ ബയോട്ടോറിയം എനിക്കറിയാം. അവർ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. അവള് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, ബെഡേ കിടക്കുന്നുണ്ട്, ബാൻഡ് കിട്ടുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സാനിയ വിംബിൾഡൺ ചാമ്പ്യൻ സാനിയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സാനിയ ഒരു 12 പ്രാവശ്യം കൊണ്ട് വേൾഡ് ചാമ്പ്യനായി അല്ലേ ടെന്നീസിന്റെ. അപ്പൊ ലാസ്റ്റിൽ അവളെ പിടിക്കപ്പെട്ടു. അപ്പം ഒരു ജേണലിലെ പുള്ളിക്കാരി പറഞ്ഞു മാഗ്നറ്റിസം ഈസ് മൈ ഗോഡ് എന്നാ പറഞ്ഞത്. മാഗ്നറ്റിസം എന്റെ ദൈവമാണെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ ഷൂവിന്റെ അടിയിൽ മാഗ്നറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ട് ആ കാലിലൊക്കെ ഭയങ്കര ശക്തി കിട്ടി, കൈക്കൊക്കെ ശക്തി കിട്ടി. അത് അവള് മറച്ചു വെച്ചു, പറഞ്ഞില്ല. പിന്നെ അവള് റിഗ്രറ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ആ ചരിത്രം വേറെ അല്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ദൈവം, പവർഫുൾ ഗോഡാണ്, ദൈവത്തിന്റെ എനർജിയാണ്. അപ്പൊ എന്റെ മോള് ഉപയോഗിച്ചപ്പോഴും അത് എനിക്ക് എൻ്റെ ഈ വയസ്സാം കാലത്ത് വലിയൊരു അച്ചീവ്, ഞങ്ങളുടെ ഫാമിലിക്ക്, ഞങ്ങളുടെ ദേശത്തിന്റെ പള്ളിയിൽ ഇതൊക്കെ കേട്ടൊക്കെ വലിയൊരു അത്ഭുതമായി പോയി. അവള് നല്ല ക്യാരക്ടറിസ്റ്റിക്കുകളാ, ഹൈലി ബ്രില്യൻ്റാ. അപ്പൊ ഇത് മാഗ്നറ്റിസത്തിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അത് നല്ലതായി. അവരുടെ ആ മോടെ വേറൊരു മകളുടെ ഒരു മകൻ ഇവിടെ വന്നു, 1 വർഷം എൻ്റെ കൂടെ താമസിച്ചു. അവൻ കെവിൻ അവന്റെ പേര്. അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നും അമ്മയും മോനുമായിട്ട് ഇവിടെ പാടിയ 1 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അമേരിക്കയിലാവും പഠിക്കാൻ ഇവിടെ വന്ന് ICSE സിലബസ് കയറിയപ്പോഴത്തേന്
അവൻ മോശമായി 12, 20, 22 മാർക്കായി. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവന് കൊടുത്തു. അവനും ഇതുപോലെ, അവനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അതെടുത്തോണ്ട് പോടാ മോനെ, ഡെമോ കാണിക്കടാ, ഇത് എന്നിട്ട് നീ ഒരു 5 വാക്ക് ഇതിനെപ്പറ്റി പറയടാ എന്നൊക്കെ പറഞ്ഞ് ഇവനെയും ഞാൻ മോട്ടിവായി, ഇവനെയും യൂസ് ചെയ്തു. അങ്ങനെ ഓണപരീക്ഷയ്ക്കെല്ലാം വന്നപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് 12, 20, 25 മാർക്ക്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫൈനൽ പരീക്ഷ ഹീസ് ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. എല്ലാത്തിനും 100%, ഒരെണ്ണം മാത്രം 99. അപ്പൊ നമ്മുടെ ഓൾ ബോഡിയുടെ ലൈഫ് സ്റ്റാറ്റസ് ചേഞ്ച് ഇൻ ഓൾ ദ ആസ്പെക്ട് ചെയ്യുന്ന ഒരു വലിയ ദിവ്യമായ മിറക്കൽ പ്രൊഡക്റ്റ് ആണ് ദൈവത്തിന്റെ സൃഷ്ടിയായ, ദൈവത്തിന്റെ കയ്യൊപ്പുവിനായ ഈ ബയോട്ടോറിയം പ്രോഡക്ട്സ്. അപ്പൊ അതിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് വേറെയൊക്കെ ഉണ്ട്. പക്ഷെ ബേസിക് പ്രൊഡക്റ്റ് നമ്മളെ ഇതിലോട്ട്, നമ്മുടെ ജീവിതത്തെ ഇതിലോട്ട് ഈ കമ്പനിയോട് അടുപ്പിച്ചത് നമ്മുടെ ഈ ബേസിക് പ്രൊഡക്റ്റ്, മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ആണ്. അത് നല്ലപോലെ യൂസ് ചെയ്യുക, അതിനെ സ്നേഹിക്കുക. തീർച്ചയായിട്ടും ഇൻ ടേൺ വിൽ ഗെറ്റ് ദ ലവ്, റെസ്പെക്ട് ആൻഡ് കൈൻഡ്നസ് ആൻഡ് വിടുതൽ എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ ഈ രാവിലെ സമയം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഒരു ബിഗ് സല്യൂട്ട് ഡോക്ടർ സാബ്. സാറിന്റെ ക്ലാസ് എത്ര കേട്ടാലും മതിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്തെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടിപൊളി ക്ലാസ് ആയിരുന്നു സാർ, സൂപ്പർ. ഇരുന്ന് കേട്ടാ ഇനി വൈകുന്നേരം വരെ ഇരുന്ന് കേൾക്കാൻ നമുക്ക് തോന്നും, പക്ഷെ സമയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ബിഗ് സല്യൂട്ട്. മനോജ് സാർ, സാറിനെ ഞാൻ എന്താ പറയാ, സാറിന്റെ ക്ലാസ് നമ്മൾ കേൾക്കുന്ന ഓരോ ദിവസവും രാവിലെ നമുക്ക് എനർജി, ഭയങ്കര എനർജിയാ. അതായത് നമ്മുടെ ഈ ബയോട്ടോറും കഴിക്കുന്ന പോലുള്ള എനർജി. അത് കേട്ടുകൊണ്ട് നമ്മള് വർക്കിന് പോയാലും 4 മണിക്ക് ഇറങ്ങുമ്പോഴൊക്കെ മനോജ് സാർ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണേണ്. അദ്ദേഹത്തെ സമയം വൈകി, എനിക്ക് അദ്ദേഹത്തെ പറയാൻ ഒത്തിരി ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. പക്ഷെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഓക്കെ താങ്ക് യു ഗീത മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, അഭിമാനമായ, നമ്മുടെ ബ്രാൻഡ് അംബാസഡറായ, ഒരുപക്ഷെ കേരളത്തിൽ നല്ല രീതിയിൽ പ്രോഗ്രാം ബയോട്ടോറിയത്തിനെ കുറിച്ചും മാഗ്നറ്റിക്സിനെ കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ CMD ബഹുമാന്യനായ ഡോക്ടർ സാഗർ ജോഷി സാറ് പോലും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ രാജു സാറ്. കാരണം രാജു സാറിന്റെ വീഡിയോസൊക്കെ തന്നെ കമ്പനി വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസും നമ്മൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. ആ യൂട്യൂബ് ചെയ്യുന്നതിന് നമ്മുടെ ലീന മാഡത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അവരെല്ലാം തന്നെ ഇത് ഓരോ ആളുകളും സംസാരിക്കുന്നത് യൂട്യൂബ് എടുത്തുകൊണ്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്പനി അത് ശ്രദ്ധിക്കുന്നുണ്ട്, ബയോട്ടോറിയംസ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു മുതൽക്കൂട്ടാണ്, ബയോട്ടോറിയത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് പ്രിയങ്കരനായ രാജു സാർ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആശുപത്രികൾ വരും. ഇപ്പൊ നമ്മുടെ മാട്രസ് പാഡുകൾ ചില ആശുപത്രികളിൽ രോഗികൾ കിടക്കുന്ന ബെഡിനകത്ത് വിരിച്ചിട്ട് ഡോക്ടേഴ്സ് പരിശോധിക്കുന്നിടത്തൊക്കെ അത് വിരിച്ചിട്ട് ഡോക്ടേഴ്സ് പരിശോധിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ. ഡോക്ടേഴ്സ് പരിശോധിക്കുന്ന റൂമിൽ നമ്മുടെ മാട്രസ് പാഡ് വിരിക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിന് ICUയിലും ഒക്കെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ മാട്രസ് പാഡ് വിരിച്ചുകൊണ്ട് വാട്ടർ എനർജി പാഡും കൊടുത്ത് ആ വെള്ളം കുടിക്കുന്ന രീതിയിലേക്ക് ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവാം. തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോകം മാഗ്നറ്റിസം എന്താണെന്നുള്ളത്. ഇനിയും മാറും. തുടക്കമാണിതൊക്കെ. അവിടെ നമ്മൾ തിരിച്ചറിയാം, നമ്മൾ എത്ര നല്ല പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതിലാണ് ഇവിടെ തിരിച്ചറിയേണ്ടത്. ഇതിനേക്കാൾ നന്മ വേറൊന്നും ചെയ്യാനില്ല നമുക്ക്. അതുകൊണ്ട് നമ്മളിത് കൂടുതൽ ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി, നന്മ എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നന്മകൾ പെട്ടെന്ന് എത്തൂല. എത്ര നന്മ ചെയ്താലും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തിന്മയുണ്ടല്ലോ, അത് പ്രകാശ വേഗത്തെക്കാൾ എത്തും. മനോജ് സാർ അങ്ങനെ ചെയ്തു പോലും കേട്ടാ എന്ന് വിത്തിൻ സെക്കൻഡ്സ് 3 ലക്ഷം കസ്റ്റമേഴ്സും കേരളത്തിൽ അറിയും. ഞാനൊരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ 300 കൊല്ലം കഴിഞ്ഞാലും ഈ 3 ലക്ഷം ആളുകൾ ആരും അറിയില്ല. മനസ്സിലായില്ലേ? അതാരും പറയത്തില്ല. തിന്മ ചെയ്താൽ അത് വേഗം ലോകത്ത് എന്താ പറയാ, പ്രകാശവേഗം ഏറ്റവും കൂടുതൽ. പക്ഷെ പ്രകാശവേഗത്തെക്കാൾ കൂടുതൽ വേഗത മാഗ്നറ്റിക് എനർജിക്കാണ് കേട്ടോ. മനസ്സിലാക്കണല്ലേ? നമ്മൾ കണ്ടുപിടിച്ചത് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയാണ്, അല്ല നമ്മുടെ മാഗ്നറ്റിക് എനർജിയാണ് പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക. നിങ്ങൾ നോക്കിയാൽ മതി, ചർച്ച ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് എനർജിയേക്കാൾ വേഗതയിൽ അത് എത്തും. അതുകൊണ്ട് നന്മ പ്രചരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് നമ്മൾ ഈ മാഗ്നറ്റിക്സിനെ കുറിച്ച്
എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് എനർജിയുടെ പവർ മനസ്സിലായില്ലേ? ഓക്സിജൻ കൊടുത്താലും സെല്ലിനെ അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. ഓക്സിജൻ എടുക്കുന്നില്ല എന്ന് പറയും ഡോക്ടേഴ്സ് അല്ലേ? വളരെ ക്രിട്ടിക്കലാണ്. ബോഡി എടുക്കുന്നില്ല, ഓക്സിജൻ കൊടുത്തിട്ട് എടുക്കുന്നില്ല എന്ന് പറയും. അപ്പൊ സെല്ലിന്റെ വോൾട്ടേജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ട് സെല്ലിന്റെ വോൾട്ടേജ് കറക്റ്റാണ് എടുക്കും. അത്രയും പവർഫുൾ ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇപ്പൊ രാജ് സാറിനെ കുറിച്ച് പറഞ്ഞു. രാജ് സാറൊക്കെ രണ്ടാം ജന്മമാണ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രണ്ടാം ജന്മമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ് സാർ ഇതിനെക്കുറിച്ച് വളരെ വാചാലനാകുന്നതും എത്രയോ VVIPs വരെ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചതും ഒരു നിഷ്കളങ്കമായിട്ട് ഇതിനെ ഏറ്റെടുത്ത് സംസാരിക്കുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് ഫാമിലി ബോണസ് അടിക്കാൻ വേണ്ടി അല്ല രാജു സാർ ഇത് ചെയ്യുന്നത്. മനസ്സിലായ? ഞാനും തുടക്കത്തിൽ കുറച്ച് ഫാമിലി ബോണസ് അടിക്കാനും കുറച്ച് കാര്യങ്ങൾ നേരെയാക്കാനും വേണ്ടിയാണ് ചെയ്തതെങ്കിൽ പോലും ഇപ്പൊ എന്റെ മനസ്സൊക്കെ അതിനകത്ത് നിന്ന് മാറി. ഫാമിലി ബോണസൊക്കെ തനിയെ വന്നോളും. നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 100 ഫാമിലി ബോണസ് നിങ്ങളെ തേടി വരും നന്മ ചെയ്യുമ്പോൾ. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്ര എനർജറ്റിക് ആയി മാറി. ഉഷ മാഡം പിടിച്ചുകൊണ്ട് വേണം രാജു സാറിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ നിന്ന് അപ്പുറത്തേക്ക് അവിടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അദ്ദേഹമാണ് ഇന്ന് ഇത്രയും വളരെ ആക്റ്റീവായിട്ട് ഒന്ന് സംസാരിക്കും. ഇന്ന് കാർ ഓടിച്ചു പോകുന്നു, ബുള്ളറ്റ് ഓടിച്ചു പോകുന്നു. ആലോചിച്ച് നോക്കിയേ, പവർ ഓഫ് ഈ ബയോട്ടോറിയം. നമുക്ക് അഭിമാനിക്കാം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അഭിമാനിക്കാം. വേറൊരു മെഡിസിൻ കഴിച്ചിട്ട് രാജ് സാറിന് റിസൾട്ട് സംസാരശേഷി പോലും നഷ്ടപ്പെട്ടിരുന്നു, ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരുന്നു. അറിയോ നിങ്ങൾക്ക്? ഞാൻ അത്രയും പറയുന്നത്, ഞാൻ അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഈ നമ്മുടെ ടീമിലുള്ള എല്ലാവരായിട്ടും കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ആളുകളാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് അവരുടെ ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓരോരുത്തരും എനിക്ക് പ്രത്യേകം വോയിസ് മെസ്സേജ് അയക്കുകയോ സംസാരിക്കുകയോ അവരുടെ ഹൃദയം തുറന്നൊക്കെ സംസാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യത്തിൽ പറയാനുള്ള കാര്യം. അപ്പൊ അത്രയും നല്ലൊരു ഒരു പുനർജന്മം തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം ഫാമിലിക്ക് മൊത്തം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് പേരക്കുട്ടിയുടെ ഇത് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സാർ. ഞാൻ സാറ് തന്നെ അത് അനൗൺസ് ചെയ്തോട്ട് വെച്ചിട്ടാണ് പറയാതിരുന്നത് അല്ലേ. അമേരിക്കയെ പ്രതിനിധീകരിച്ച, ലോകത്തിലെ നമ്പർ 1 രാജ്യമായ അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ അഭിമാനമായ രാജു സാറിന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ബയോട്ടോറിയൻസിനും അഭിമാനിക്കാം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. മനസ്സിലായേ? നാളെ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ പേരക്കുട്ടികൾക്കും ഇതിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ബിഗ് കൺഗ്രാജുലേഷൻ രാജു സാർ. എൻ്റെ അന്വേഷണം പ്രത്യേകിച്ച് മക്കളോടും പേരക്കുട്ടികളോടും ഞങ്ങളുടെ ടീമിന്റെ അന്വേഷണം അറിയിക്കണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മൾ പാഠം പഠിക്കേണ്ടത് ഇത് രാജു സാറിന് മാത്രമുള്ളതാണ്. നിങ്ങൾക്കില്ലേ കുട്ടികൾ? നിങ്ങൾക്കില്ലേ പേരക്കുട്ടികൾ? പല കുട്ടികളും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അച്ഛൻ വേണം ഉപയോഗിച്ചു, ഇതൊന്നും നടക്കൂല എൻ്റെ അച്ഛ എന്ന് പറയുന്ന മക്കളില്ലേ? ഇല്ലേ? എനിക്കിതൊന്നും വിശ്വാസമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല അച്ഛ എന്ന് പറയും. പക്ഷെ രാജു സാർ കൊടുത്തപ്പോൾ രാജു സാറിന്റെ മക്കളും പേരക്കുട്ടികളും ഉപയോഗിച്ച് ഇടയ കുട്ടിക്കുള്ള ആ മാർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയുന്ന കുട്ടീനൊക്കെ ഞാൻ കണ്ടതാ. മൂത്ത കുട്ടിയെ കണ്ടിട്ടില്ല കേട്ടാ, ഇവിടെ ഉണ്ടായ കുട്ടീനെ. ഈ കുട്ടി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും എന്നെ വിളിക്കണം, ഞങ്ങൾക്ക് ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സംശയവും വേണ്ട, ആ കുട്ടി തന്നെ വേൾഡ് ചാമ്പ്യനായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. നമുക്ക് അതിനുവേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ. അതാണ് പവർ ഓഫ് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റിന്റെ പവർ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞോണ്ടു, സോറി നിർത്തുകയാണ് ഞാൻ. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിലും അനുഭവിക്കണമെങ്കിലും ഇന്നത്തെ സൂമിൽ കയറാത്ത ആൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റുമോ? എന്ത് സൂമാണെന്ന് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നു. ഇവിടെ കിട്ടുന്ന ഓരോ അറിവുകൾ ഇല്ലേ, നിങ്ങൾ നടക്കാൻ പോയാൽ കിട്ടുമോ ഈ അറിവ്? നിങ്ങൾ ഇത് ഓണാക്കാതെ അവിടെ ഇരുന്നിട്ട് ഫോൺ വിളിച്ചതിനെ കൊണ്ട് കിട്ടുമോ? പത്രം വായിച്ചാൽ കിട്ടുമോ? എനിക്ക് ബയോട്ടോറിയത്തിനെ കുറിച്ച് എല്ലാം അറിയാം കേട്ടോ. അതിങ്ങനെ 2 ആളെ ചേർത്ത് ഇത്ര കിട്ടും, 4 ആളെ ചേർത്ത്, അതാണോ അറിവ്? അല്ല. ഇന്നത്തെ അറിവ് ഇന്ന് തീർന്നു, അത് നമുക്ക് ഒരിക്കലും നാളെ കിട്ടില്ല. ഓരോരുത്തരും ഇവിടെ വന്ന് പറയുന്ന അറിവുകൾ. അടുത്തത് രാജ് സാർ പറഞ്ഞ നമ്മുടെ ഷുഗറിനെ കുറിച്ചാണ്. ഷുഗർ ചില ആളുകൾക്ക് ചില ബോഡിയിൽ എത്ര വരെ. രാജ് സാറിനെ സംബന്ധിച്ച് 12.5 ഒരു സൈഡ് തളർന്ന ആള് ഇപ്പൊ 10 എത്തിയിട്ടുണ്ട് പറഞ്ഞാൽ അത് വലിയ മാറ്റമാണ്. അത് മാത്രമല്ല രാജ് സാറ് നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പൊ. അത് ഞാൻ പറയാം, ഞങ്ങളൊന്നിച്ച് സഞ്ചരിക്കണല്ലേ. രാജ് സാറ് യാതൊരു കൺട്രോളും ഇല്ല കേട്ടാ. അത്രയും അധികാരമുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മൾ ഈ ഭക്ഷണം തോന്നിയ ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന്, അല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതെ നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് എന്ത് കാര്യം അല്ലേ രാജ് സാറേ? നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്നാലും 10ലേക്ക് എത്തിയില്ലേ HbA1c. നേരത്തെ അതിൽ കുറച്ചിട്ടുണ്ടായിരുന്നു, 8 എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം വല്ല കൂടിയതാ. അത് ചില കുസൃതിതരൊക്കെ കാണിച്ചിട്ടാണ് രാജ് സാറ്. അപ്പോൾ കുറച്ചൊക്കെ ഫുഡും കൺട്രോൾ ചെയ്യണം ജീവിതശൈലി രോഗത്തിന്. എന്തായാലും നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റും.
അത് കഴിഞ്ഞ ദിവസം മോഹൻദാസ് സാർ എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മളെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സ് ആണ്. അത് ചെടികളിൽ നിന്ന് എടുക്കുന്ന സപ്ലിമെന്റ്സ്, മൂലകോശങ്ങളിൽ നിന്ന് എടുക്കുന്ന സപ്ലിമെന്റ്സ് ആണ്. അത് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി വേൾഡിൽ ഇന്റർനാഷണൽ ലെവലിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് 100% ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിരിക്കുന്ന വേൾഡിലെ നമ്പർ 1 ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണത്. അത് നമ്മളെ ഈ ബയോട്ടോറിയം കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് ഓൺലി ഈ ബയോട്ടോറിയത്തിൽ മാത്രമേ ഇനി ആ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സ് ആണ്. അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് റീപർച്ചേസിലൂടെയാണ് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്നത്. 3250 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. ഒരു അഡ്വാൻസ് ഷുഗർ ബാലൻസിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഹാർട്ടിനുള്ള പ്രോബ്ലംസിന് ഹാർട്ടിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ജോയിന്റ് പെയിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ omega-3 ഉണ്ട്. അങ്ങനെ നിരവധി ഒരു 10ഓളം പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ക്ലാസ് നാളത്തെ സൂമിൽ നടക്കുക. പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സിനെ കുറിച്ച് എല്ലാവരും നോട്ട്ബുക്കും പേനയും എടുത്ത് നാളത്തെ പ്രോഗ്രാമിൽ കയറണം. നമ്മുടെ ജ്യോതിഷ് സാറാണ് ആ ക്ലാസ് കൈകാര്യം ചെയ്യുക. നാളെ ജ്യോതിഷ് സാറിന്റെ ക്ലാസ് ആണ് ഈ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ് എങ്ങനെ ഉപയോഗിക്കണം, ഓരോന്നിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതെല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. ഓരോ പ്രൊഡക്ട്സുകൾ നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ ജോയിന്റ് പെയിൻ ഉള്ള ആൾക്ക് അതിനുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. omega-3 എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്ട്സ് ആണ്. അതെല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാം. അപ്പൊ ഓരോന്നിനെ കുറിച്ച് നാളെ വ്യക്തമായ ക്ലാസ് ഉണ്ടാവും. ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയം ഒത്തിരി വൈകി. എന്തായാലും ഇന്നത്തെ ദിവസം ധന്യമാക്കിയ നമ്മുടെ രാജേഷ് സാറിനോടുള്ള കടപ്പാടും ബഹുമാനവും സ്നേഹവും ആദരവും നമ്മുടെ ഈ ടീമിന് വേണ്ടി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഇനിയും ഇടക്കിടക്ക് സാറ് വന്ന് ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്യണമെന്ന് അപേക്ഷിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ ഞാൻ നിർത്തുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. സിമോർ പീപ്പിൾ, ഇതാണ് നമ്മുടെ വിജയരഹസ്യം എന്ന് പറയുന്നത്. പരിചയമില്ലെങ്കിലും പരിചയമുള്ള ഭാവത്തോട് കൂടിയിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിലും അടുത്ത ബസ് സ്റ്റാൻഡിലും അടുത്ത ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിന്ന് ആളുകളെ പരിചയപ്പെടുത്തി നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തുകൊണ്ട് നല്ല പരിചയമുണ്ടല്ലോ, എവിടെയാണ് പേരെന്താ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് കയറി ഹെഡ് ചെയ്ത് പുതിയ ആളുകളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളും നമ്മൾ അറിയപ്പെടുന്ന ആളുകളും ഒരിക്കലും ചിലപ്പോൾ വരണമെന്നില്ല. പുതിയ ആളുകളിലേക്ക്, നിങ്ങൾ അറിയാത്ത ആളുകളിലേക്ക് പോയി അവർ നമ്മൾ പ്രത്യേകം പറയാവുന്ന കാര്യങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ടീം ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലതാണത്. അതുകൊണ്ട് പുതിയ ആളുകളിലേക്ക് ഇറങ്ങുക. അതിനുള്ള ഒരു ആവേശം നിങ്ങൾക്ക് ഉണ്ടാകണം, അതിനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകണം, ഒരു അച്ചീവറായിട്ട് മാറണം. ബയോട്ടോറിയത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കണം. അതിനുള്ള കഴിവും ശേഷിയും ശക്തിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. ആ നിങ്ങളിലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, അതിനൊന്ന് പുറത്തേക്കെടുത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങാനുള്ള ഒരു ആർജവം നിങ്ങൾ ഓരോരുത്തരും കാണിക്കണമെന്ന് സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ബയോട്ടോറിയം.